ചില സ്റ്റുഡൻസ് നമ്മൾ സംസാരിക്കും പറയാറുണ്ട് അവരുടെ തന്നെ ഡെയിലി ലൈഫിൽ വലിയൊരു ഇൻഫ്ലുവൻസ് യൂറോപ്പിലെത്തിയതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഷിഫ്റ്റ് വന്നിട്ടുണ്ടോ ലൈഫിൽ? അതുണ്ട്. അത് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ പയ്യെ മാറും. കാരണം എൻ്റെ കൂടുതൽ ചില ഫ്രണ്ട്സ് ഉണ്ട്, അവർ എന്നോട് പറയും ഒച്ചുണ്ടാക്കല്ലേ. അത് നമ്മൾ നമ്മളിങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ വർത്താൻ പറയുമ്പോൾ കുറച്ച് ഒച്ച കൂടിയൊക്കെ പോകും. ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന കേസിലാണെങ്കിലും നമ്മൾ ട്രെയിൻ കയറുന്ന കാര്യത്തിലാണെങ്കിലും നമ്മളെ നാട്ടിൽ നിന്ന് അവർ ഇടിച്ച് കയറാനൊന്നും പറ്റില്ല. പ്രോപ്പറായിട്ട് രണ്ട് സൈഡിൽ നിൽക്കണം. സെൻട്രൽ ആൾക്കാർക്ക് പോകാനുള്ള ഗ്യാപ്പ് വേണം. അത് നിന്നില്ലെങ്കിൽ ആൾക്കാർ നമ്മളോട് പറയും സാറ്റർഡേ ലീവായിരിക്കാം, മൺഡേ ലീവായിരിക്കാം. ഇപ്പോൾ ഈസ്റ്ററൊക്കെ വരുമ്പോൾ കണ്ടിന്യൂസ് ലീവ് വരും. അപ്പം 3-4 ദിവസം കണ്ടിന്യൂസ്ലി ലീവായി പോകും. ആ സിറ്റുവേഷനിൽ നമുക്കൊരു അഡ്വാൻറ്റേജ്, ഇപ്പോൾ ആഹാനുള്ള ആൾക്കാർക്ക് അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഒരിക്കലും നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ പാരൻസിൻ്റെ സഹായം ഉണ്ടാവില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു 50-60-80% നമ്മൾ ഇൻഡിവിജ്വലാണ്. അപ്പോൾ കുട്ടിക്കൊരു ഫുൾ ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫുൾ കാര്യം അറിയാമെന്നുണ്ടെങ്കിൽ ഈ വിഷയം വരുന്നില്ല. ചില സ്റ്റുഡൻസ് നമ്മൾ സംസാരിക്കും പറയാറുണ്ട് അവരുടെ തന്നെ ഡെയിലി ലൈഫിൽ വലിയൊരു ഇൻഫ്ലുവൻസ് യൂറോപ്പിലെത്തിയതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. ചിലപ്പം ഡെയിലി പേഴ്സണൽ കാര്യങ്ങളിലൊക്കെ. അങ്ങനെ ഇപ്പോൾ നോക്കുമ്പോൾ ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ടോ ലൈഫിൽ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞാനൊരു പേഴ്സണൽ ഗ്രോത്തോ അങ്ങനെ സംതിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പലരും പല കണ്ടീഷൻസ് പറയാറുണ്ട്. സംസാരത്തിലുണ്ടായി, അല്ലെങ്കിൽ ബിഹേവിയറിൽ ചേഞ്ച് വന്നു. അങ്ങനെ ഒരു എവിഡൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ എനിക്കൊരു ചേഞ്ച് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ബോധപൂർവ്വം ചേഞ്ചസ് ചെയ്യുന്നുണ്ടോ? അതുണ്ട്. അത് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ പയ്യെ മാറും. കാരണം നമ്മൾ ആൾക്കാർ ഇൻട്രാക്ട് ചെയ്യുന്ന രീതി മാറും. അതേപോലെ ഇപ്പം നമ്മളൊരു ബിഹേവിയർ തന്നെ മാറും. സിവിക് സെൻസ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ പുറത്ത് പെരുമാറുന്ന രീതികളൊക്കെ മാറും. നമ്മൾ വേറെ ആളെ ബുദ്ധിമുട്ടാക്കരുത്. നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ വെറുതെ വഴിയിൽ നിന്ന് ബഹളം ഉണ്ടാക്കി ആരൊന്നും ചോദിക്കാനില്ല. അവിടെ നമ്മൾ ആൾക്കാർ നോക്കുമ്പോൾ എന്താ ആൾക്കാർ നോക്കുന്നത് മനസ്സിലാവും. നമ്മളെ ബിഹേവിയർ ഉണ്ട് അവർ നോക്കുന്നത്, അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളൊരു ഇത് വരും. അപ്പം നമ്മൾ നമ്മുടേതായ രീതിയിലൊന്ന് മാറും, ഒന്ന് ചുരുങ്ങും. പക്ഷേ ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആവും. നമ്മളെ കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്യാൻ നമ്മൾ തന്നെ മതി എന്നുള്ളൊരു ഇൻഡിപെൻഡൻസി വരും. ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കും. നമ്മളെ നമ്മൾ അത്ര മോശമാവുന്നില്ല എന്നാൽ നമ്മളെ തന്നെ ഒരു സെൽഫ് ഡെവലപ്മെൻറ്റ്. പിന്നെ നമുക്ക് സെൽഫായിട്ടുള്ള സമയം കിട്ടും എന്ന് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. സെൽഫ് ആവശ്യങ്ങൾക്കുള്ള സമയം അത്യാവശ്യം കിട്ടും. നമുക്ക് നാട്ടിൽ നിൽക്കുന്ന പോലെയല്ല, അതിൻ്റെ ഒരു യൂസ് അവിടെ ഉണ്ട്. ഒരു പേഴ്സണൽ ഗ്രോത്ത് എല്ലാവരും പറയുന്നുണ്ട്. അതായത് അവർക്ക് ലൈഫിൽ ഇപ്പോൾ പ്രൊഫഷണൽ ലൈഫിൽ പോകുമ്പോൾ പ്രൈവസി ഒരു കൺസേൺ ആയിട്ട്, അല്ലെങ്കിൽ ഒരാളുടെ ബിഹേവ് ചെയ്യണ സമയത്ത് ഉണ്ടാകുന്ന അങ്ങനെയൊക്കെ ചേഞ്ചസ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇപ്പോൾ കുറേ സ്ഥലം ട്രാവൽ ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ കുറേ ഇല്ല, എന്നാലും കുറച്ചൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ട്രാവൽ ചെയ്യുമ്പോഴും ഇതേ പ്രശ്നം വരുന്നുണ്ട്. നമ്മൾ ബിഹേവിയർ ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ ട്രെയിനിന്നൊക്കെ ഒച്ചുണ്ടാക്കിയാലൊക്കെ ആൾക്കാർ നോക്കും. ഇപ്പം ഇടയ്ക്കൊരു ഇതുണ്ടായിരുന്നു, ബസ്സിൽ കുട്ടികൾ പാട്ട് പാടിയിട്ടൊക്കെ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ അത് ആൾക്കാർ നോട്ട് ചെയ്യും. അവരങ്ങനെ ഒരു പ്രോപ്പറായിട്ട് അവരങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കൂല. പക്ഷെ നമ്മളത് കവർ ചെയ്യുന്ന രീതി നമ്മൾ ആ ഒരു രീതിയിൽ പ്ലാൻ ചെയ്ത് പോയി. ഇപ്പം എൻ്റെ കൂടുതൽ ചില ഫ്രണ്ട്സ് ഉണ്ട്, അവർ എന്നോട് പറയും ഒച്ചുണ്ടാക്കല്ലേ. അത് നമ്മളിങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ വർത്താൻ പറയുമ്പോൾ കുറച്ച് ഒച്ച കൂടിയൊക്കെ പോകും. ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന കേസിലാണെങ്കിലും നമ്മൾ ട്രെയിൻ കയറുന്ന കാര്യത്തിലാണെങ്കിൽ നമ്മളെ നാട്ടിൽ നിന്ന് അവർ ഇടിച്ച് കയറാനൊന്നും പറ്റില്ല. പ്രോപ്പറായിട്ട് രണ്ട് സൈഡിൽ നിൽക്കണം. സെൻട്രൽ ആൾക്കാർക്ക് പോകാനുള്ള ഗ്യാപ്പ് വേണം. അത് നിന്നില്ലെങ്കിൽ ആൾക്കാർ നമ്മളോട് പറയും. അപ്പോൾ പെട്ടെന്ന് അവർ ദേഷ്യത്ത് പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല എന്താ പറയുന്നത്. അവർക്ക് ദേഷ്യം ചീത്ത പറയുന്നതായിരിക്കും. പക്ഷേ സംഭവം അവർ മാറി നിൽക്കുക, അവർ പോട്ടെ എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു സീബ്ര ലൈനിൽ ക്രോസ് ചെയ്യണം, അതൊരു പ്രശ്നമാണ്. ഇപ്പം നമ്മുടെ ഇടയ്ക്ക് ആലോചിക്കും ഇപ്പോൾ അവിടെ വരെ പോകണോ, ഇവിടെ നിന്ന് ചാടി പോയാൽ പോലെ എന്നുള്ള ആലോചിക്കുമ്പോൾ ആദ്യം നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇവിടുന്ന് അവിടെ വരെ നടന്നിങ്ങനെ കറങ്ങി വരണ്ടേ എന്ന് ആലോചിക്കും. പക്ഷേ സംഭവം അത് ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ ആൾക്കാർ പറയും. അവിടെ ഈവൻ ഒരു പറച്ചിലുണ്ട്. അതായത് ഇപ്പം റെഡ് സിഗ്നലിൽ നടക്കുന്ന ഒരാൾ മരിച്ച് നടക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഓൾറെഡി ഡെഡാണ്, അപ്പോൾ അയാൾ ഇടിച്ചാലും കുഴപ്പമില്ല, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ റെഡിലൊക്കെ ഓടുന്ന സമയത്ത് കാർ ചിലപ്പോൾ നിർത്തില്ല. ഈവൻ സൈക്കിൾ ലൈനിൽ നടക്കുന്ന സമയത്ത് അവർ നമ്മളെ സൈക്കിളിനോട് തട്ടുകയൊക്കെ ചെയ്യും. പൊയ്ക്കൊണ്ട് നല്ല സ്പീഡ് പോകുന്ന സൈക്കിള്. അപ്പോൾ അവർ നിങ്ങൾ മാറാത്ത കൊണ്ടാണ് തട്ടിയത്. അയാൾ ഇപ്പോൾ ബെല്ലടിച്ചിട്ടുണ്ടാവും, നമ്മളെ ഹെഡ്സെറ്റൊക്കെ വെച്ചിരിക്കാൻ നമ്മൾ കേൾക്കില്ല. നമ്മൾ ഫുട്പാത്തിൽ പോകുമ്പോൾ കറക്റ്റ് നോക്കണം, ഇത് സൈക്കിൾ ലൈനാണോ അല്ലെങ്കിൽ ഒരു ഫുട്പാത്താണോ. ചില സമയത്ത് ഫുട്പാത്ത് വലുതാക്കിയിട്ട് അതിൻ്റെ ഒരു സൈഡ് സൈക്കിളായിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നടക്കൊക്കെ വേണം. അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങൾക്കും ഇപ്പോൾ ട്രെയിൻ കയറുന്ന കാര്യമാണെങ്കിലും ബസ് കയറുന്ന കാര്യമാണെങ്കിലും ബസ്സിലും നമ്മൾ ഫ്രണ്ടിൽ കൂടെ കയറണം, വിത്ത് നമ്മളെ ട്രാവൽ ഐ ഡി കാണിച്ചുകൊണ്ട് കയറണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലൈഫിൽ കുറേ ചേഞ്ചസ് വരും ജർമ്മനിലേക്ക്, അതെ യൂറോപ്പിലേക്ക്. അതെ, വേസ്റ്റ് ഇടുന്ന കാര്യത്തിലാണെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കും ഇത് എവിടെ കളയുക എന്നുള്ളത്. പക്ഷേ കുറച്ചൊക്കെ അവിടുത്തെ സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈവൻ ട്രക്കിങ്ങിന് പോയി കഴിഞ്ഞാലും ഓരോ പോയിന്റിൽ ഡസ്റ്റ്ബിന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേറെ എവിടെയും കളയാൻ തോന്നില്ല, അവിടെ തന്നെ കൊണ്ടേ കളയാൻ തോന്നുള്ളൂ. വേറെ നമ്മൾ പുറത്ത് കളയുന്ന കണ്ടാൽ അത് അവർ കാണുമ്പോഴും ഒരു ബുദ്ധിമുട്ടാണ്. അവരും പറയും നിങ്ങളങ്ങനെ കളയരുത്. അപ്പോൾ നമ്മൾ തന്നെ മാറിക്കോളും പയ്യെ. ഈ ട്രക്കിങ്ങിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ട്രാവൽ എല്ലാവരും ഒരു അട്രാക്റ്റീവ് സംഭവമാണ് ഷെങ്കൻ വിസ. നമുക്ക് 26 കൺട്രീസിൽ 26+ കൺട്രീസിലേക്കുള്ള ഒരു ഗേറ്റ് വേ, ആ ഒരു സംഭവം ഉണ്ടല്ലോ.
ഇപ്പോൾ UK പോകുന്ന ആൾക്കാർക്ക് ഈ ഒരു ഓപ്ഷൻ വരുന്നില്ല. ജർമ്മനി അല്ലെങ്കിൽ ഏത് യൂറോപ്യൻ കൺട്രി ആണെങ്കിലും ഷെങ്കൻ വിസ കിട്ടുമ്പോൾ ഇപ്പോൾ നമ്മൾ തന്നെ കുറേ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു യൂറോപ്പിൽ സ്റ്റുഡൻസിനൊക്കെ സ്റ്റഡീസിനൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഒരു എക്സ്പോഷറും കാര്യങ്ങളൊക്കെ, അതായത് ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ളത് അഡ്വാൻറ്റേജ് ഒക്കെ? ഷെങ്കൻ വിസ ആക്ച്വലി ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ഇപ്പം നമ്മൾ ജർമ്മനി സ്റ്റഡീസിനാണ് പോകുന്നത്, സ്റ്റഡീസാണ് ഫസ്റ്റ് വേണ്ടത്. പക്ഷെ എന്നാലും ഷെങ്കൻ വിസ നമുക്കൊരു പ്ലസ് പോയിന്റ് ആണ്. നമ്മളെ സ്റ്റഡീസ് കഴിഞ്ഞിട്ടുള്ള ഒരു സമയം നമുക്കൊരു ഫ്രീ ടൈം ഒരു 2 ദിവസം 3 ദിവസം കിട്ടുമ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. അതിൽ നമുക്കൊരു അട്രാക്ഷൻ ഉള്ളത് നമ്മളെ ജർമ്മനിലെ യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് ഒരു ട്രാവൽ കാർഡ് കിട്ടും, സെമസ്റ്റർ ടിക്കറ്റ്. അത് ഓൾ ജർമ്മൻ വാലിഡ് ആണ് വിത്ത് ലോക്കൽ ട്രെയിൻസ്. റീജിയണൽ ട്രെയിൻസിൽ നമുക്കത് വാലിഡ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്താലും നമുക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. ഈവൻ എൻ്റെ UK ഫ്രണ്ട്സിനെ വിളിക്കുമ്പോൾ അവർ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ക്യാഷിൻ്റെ ബുദ്ധിമുട്ട് പറയാറുണ്ട്. നമുക്കത് ഒരു പ്ലസ് പോയിൻറ്റാണ്, സെമസ്റ്റർ ടിക്കറ്റ് കിട്ടുന്നതും അതേപോലെ തന്നെ നമുക്ക് ഫ്രീ ആയി ട്രാവൽ ചെയ്യാൻ പറ്റുന്നതും പല കൺട്രീസിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്നതും. ഈവൻ ഞാൻ നിൽക്കുന്നത് ആഹൻ ആയതുകൊണ്ട് ആഹൻ ഒരു 3 ലാൻഡ് ഷെയർ പോയിൻറ്റാണ്. അതായത് നെതർലാൻഡ്സ് ബോർഡർ ഉണ്ട്, ബെൽജിയം ബോർഡർ ഉണ്ട്, ജർമ്മനി ബോർഡർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം ഈവൻ ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൺഡേസ് ജർമ്മനി കംപ്ലീറ്റ്ലി ക്ലോസ്ഡാണ്. അവിടെ സൂപ്പർ മാർക്കറ്റ്സ് ഓപ്പൺ അല്ല, ആകെ ചെറിയ കിയോസ്കുകളും റെസ്റ്റോറൻറ്റ്സ് മാത്രമേ ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ നമ്മൾ ചില പബ്ലിക് ലീവുകൾ വരും. സാറ്റർഡേ ലീവായിരിക്കാം, മൺഡേ ലീവായിരിക്കാം. ഇപ്പോൾ ഈസ്റ്ററൊക്കെ വരുമ്പോൾ കണ്ടിന്യൂസ് ലീവ് വരും. അപ്പം 3 ദിവസം 4 ദിവസം കണ്ടിന്യൂസ്ലി ലീവായി പോകും. അപ്പം 3 ദിവസത്തേക്ക് സൂപ്പർ മാർക്കറ്റ് തുറക്കില്ല. ആ സിറ്റുവേഷനിൽ നമുക്കൊരു അഡ്വാൻറ്റേജ്, ഇപ്പോൾ ആഹനുള്ള ആൾക്കാർക്ക് അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമ്മൾ അവിടെ നിന്നൊരു ബസ് കയറിയിട്ട് ബോർഡറിൽ പോകും, നെതർലാൻഡ്സ് ബോർഡറിൽ. അപ്പോൾ അവിടെ കട ഓപ്പൺ ആയിരിക്കും, അവിടെ സാധനം വാങ്ങി തിരിച്ചു വരാം. അത് ഞങ്ങളൊരു അഡ്വാൻറ്റേജ് ആണ്, ആഹാൻ്റെ ആൾക്കാരുടെ അഡ്വാൻറ്റേജ് ആണ്. അല്ലാത്ത രീതിക്ക് ഞാനിപ്പം 1-2 കൺട്രി ട്രാവൽ ചെയ്തു. ഞാൻ ബെൽജിയം പോയിട്ടുണ്ടായിരുന്നു, നെതർലാൻഡ്സ് പോയിട്ടുണ്ടായിരുന്നു, ലക്സംബർഗ് പോയിട്ടുണ്ടായിരുന്നു, സ്വിറ്റ്സർലാൻഡ് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഷെങ്കൻ വിസ ഉള്ളത് കൊണ്ടാണ്. അതേപോലെ നമുക്ക് വേറെ രാജ്യത്തുണ്ട്. ഇപ്പം ദുബായിലൊക്കെ ഞാൻ ട്രാവൽ ചെയ്തത് ഷെങ്കൻ വിസ ഉള്ളതിനെ കൊണ്ടാണ്. നമുക്ക് അവിടെ എത്തി ഓൺ അറൈവൽ വിസ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. വിസക്ക് 6 മാസത്തെ വാലിഡിറ്റി ഉണ്ടായാൽ മതി. അതൊക്കെ ഒരു പ്ലസ് പോയിന്റ് ആണ്. ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ ഇഷ്ടം ആൾക്കാരുണ്ട്, ആർക്കാരും ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. ഈവൻ ഇപ്പോൾ യൂറോപ്പ് ആണെന്ന് പറഞ്ഞാലും ഈ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോ അനുഭവങ്ങളാണ്. ഇപ്പോൾ നെതർലാൻഡ്സ് പോകുമ്പോൾ അവിടുത്തെ ആൾക്കാർ ഇംഗ്ലീഷ് സുഖമായിട്ട് സംസാരിക്കും. കമ്പയർ ടു ജർമ്മനി കൂടുതൽ സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കമ്മ്യൂണിക്കേഷൻ എളുപ്പമാണ് നെതർലാൻഡ്സിൽ. പക്ഷേ ബെൽജിയം പോയി കഴിയുമ്പോൾ ആ ഒരു ആൾക്കാർ ബിഹേവിയർ കുറച്ച് വ്യത്യാസമുണ്ട്. അത്ര ഫ്രണ്ട്ലി ആയി തോന്നിയിട്ടില്ല. കുറച്ച് ആൾക്കാരെ ബെൽജിയത്തെ കണ്ടിട്ടുള്ളൂ. സ്വിറ്റ്സർലാൻഡ് പിന്നെ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് ഭയങ്കര ഓപ്പൺ ആയിരുന്നു. അവിടെ സ്വിറ്റ്സർലാൻഡ് ജർമ്മൻ ലാംഗ്വേജ് യൂസ് ചെയ്യണം അവിടെ. അപ്പോൾ പിന്നെ ആ ലാംഗ്വേജ് ജർമ്മൻ അറിയുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് എളുപ്പമാണ് കാര്യങ്ങൾ. ലക്സംബർഗ് ആക്ച്വലി ഞങ്ങളൊരു ക്യാഷ് വേണ്ട അവിടെ പോകാൻ, അതായത് ടിക്കറ്റ് എടുക്കണ്ട. നമുക്ക് ജർമ്മനിയിൽ നിന്നുള്ള നമ്മളെ ടിക്കറ്റ് വെച്ചിട്ട് ലക്സംബർഗ് പോകാം. ലക്സംബർഗിൽ ഉള്ളിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഫ്രീ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ട് പോയി, സമയം എടുക്കുന്നുണ്ട്, ഒരു പ്രശ്നമുണ്ട്, പക്ഷേ പോയി വന്നാലും നമുക്ക് ഭയങ്കര ഹാപ്പിയാണത്. നല്ലൊരു അഡ്വാൻറ്റേജ് ആണല്ലോ ഷെങ്കൻ വിസ ആകുമ്പോൾ. നമുക്ക് ഇങ്ങനെ ട്രാവൽ കുറേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസും കുറേ ആൾക്കാർ ചെയ്യണം. നമ്മുടെ സ്റ്റുഡൻസ് തന്നെ അങ്ങനത്തെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ലാത്ത ഇപ്പോൾ കുറേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് മാത്രമല്ല, ഇപ്പം ജർമ്മനിയിൽ മെയിൻ ഒരു ആക്ടിവിറ്റി എല്ലാവരും ചെയ്യുന്നത് ട്രക്കിംഗ് ആണ്. അപ്പോൾ ട്രക്കിങ്ങിന് പോകാമെന്ന് പറഞ്ഞാലും കുറച്ച് റിമോട്ട് ഏരിയ ആണ്, പക്ഷേ എന്നാലും ബസ്സോ ട്രെയിനോ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ആക്ടിവിറ്റി പോകാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പം നല്ലൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. ഇപ്പം കുറച്ചുകൂടി നിന്ന് പരിചയമുള്ള ആൾക്കാരോ അല്ലെങ്കിൽ വേറെ ആക്ടിവിറ്റി. ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും ഒരേ മൈൻഡ് ആയിരിക്കണമെന്നില്ലല്ലോ. അപ്പോൾ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു എന്താ പറയുക, ഇപ്പോൾ ഇവിടെ ഞാൻ നാട്ടിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങൾ ലേസർ ടാഗ് എന്ന പ്രോഗ്രാം പോയി. അത് നമ്മളെ പെയിൻറ്റ് ബോൾ പോലെ ഒരു ഗണ്ണും വെസ്റ്റൊക്കെ ഉണ്ടാകും, പക്ഷേ ലേസറാണ് നമ്മളത് എമോ. പക്ഷേ അത് ഭയങ്കര ഫണ്ണായിരുന്നു. തുടക്കത്തിൽ അത്ര ഗുമ്മായില്ലെങ്കിലും പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും അതിന് ഞങ്ങൾ 10-15 ആൾക്കാർ ഒരുമിച്ചാണ് പോയത്. അപ്പോൾ അങ്ങനത്തെ കുറേ ആക്ടിവിറ്റിയിലൊക്കെ പങ്കെടുക്കാനും ഗ്രൂപ്പായിട്ട് ഇങ്ങനെ പോകുമ്പോഴൊക്കെ ഒരു സുഖമായിരുന്നു. ഈ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് നെറ്റ്വർക്കിംഗ് എപ്പോഴും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ പോയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസും പറയാറുണ്ട് നെറ്റ്വർക്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അത് ഏതൊക്കെ ഫീൽഡ് നമുക്ക് യൂസ്ഫുൾ ആവുന്നുള്ളതൊക്കെ. ഇപ്പോൾ 3 years ആകുമ്പോൾ ഷെഫൊക്കെ എന്തായാലും പാർട്ട് ടൈം ചെയ്തുകൊണ്ട് ആ ഒരു സൈഡിൽ നിന്ന് നെറ്റ്വർക്കിംഗ് ഉണ്ടാവും. ജർമ്മൻ സ്പീക്കിംഗ് ചെയ്യുമ്പോൾ ജർമ്മൻ ഫ്രണ്ട്സുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ എക്സ്പോഷർ കിട്ടിയിട്ട് നമുക്ക് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഈ മൊത്തത്തിൽ നെറ്റ്വർക്കിംഗ് ഇപ്പോൾ നമ്മൾ എല്ലാവരും പറയുക മലയാളി സ്റ്റുഡൻസ് പോയി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും മല്ലൂസ് ഗ്യാങ് ആയിരിക്കും, അത് വേണം. പക്ഷേ മറ്റ് പുറത്തേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ നമുക്കൊരു കോൺഫറൻസിൽ പോയിട്ട് അങ്ങനെയൊക്കെ ഒരു നെറ്റ്വർക്കിംഗ് ഹെൽപ്പ് ചെയ്തായിട്ട് തോന്നിയിട്ടുണ്ടോ എപ്പോഴേലും ട്രാവലിങ്ങോ അല്ലാതൊക്കെ മൊത്തത്തിൽ അക്കാഡമിക് പെർസ്പെക്റ്റീവിലൊക്കെ? അതെ, നെറ്റ്വർക്കിംഗ് ഓൾവേസ് ബെനിഫിഷ്യലാണ്. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു പാർട്ട് ടൈം കിട്ടാൻ അല്ലെങ്കിൽ ഒരു ഇൻറ്റേൺഷിപ്പ് കിട്ടാൻ, ഇപ്പോൾ മേ ബി നല്ലൊരു അക്കോമഡേഷൻ കിട്ടാൻ വരെ നെറ്റ്വർക്കിംഗ് ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മളിപ്പം നമ്മളെ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ മാത്രമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പം വരുന്നതിനുള്ള വലിയ കാര്യമില്ല.
ഒരു എക്സ്പോഷറാണ് നമ്മളൊരു ഒരു പോയിന്റ്. സ്റ്റഡീസ് ഒരു എക്സ്പോഷർ, അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റ്, കൾച്ചർ എൻജോയ് ചെയ്യാനും നല്ലൊരു ടീം വേണം, നല്ലൊരു നെറ്റ്വർക്കിംഗ് വേണം. ഈവൻ ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ പറയുക, ഇപ്പം നമ്മളൊരു ഒരു മലയാളി ടീമാണ്, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി അങ്ങനെ കൂടുതൽ മലയാളികളാണ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം എല്ലാ കൾച്ചർ ആക്ടിവിറ്റീസും നമ്മളറിയില്ല. പലതരം കൾച്ചർ ആക്ടിവിറ്റീസും അതിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മളറിയില്ല. അതേ സ്ഥാനത്ത് നമുക്ക് ഒരു മൾട്ടി കൾച്ചറൽ ഒരു ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഇതിനെപ്പറ്റി അറിഞ്ഞാൽ മതി, അയാൾ ഡിസ്കസ് ചെയ്ത് വരുമ്പോൾ എല്ലാവരും അറിയും. അപ്പോൾ നമ്മൾ ആ പ്രോഗ്രാമിന് പോകും. ഇപ്പം കൊളോൺ കാർണിവൽ എന്നുള്ള പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് അവിടെ ഭയങ്കര വലിയ ഫെസ്റ്റിവലാണ്. കാർണിവൽ എന്നുള്ളത് ജർമ്മനി മൊത്തമാകും ഒരു ഫെസ്റ്റിവലാണ്. എല്ലാ സിറ്റിയിലും ഓരോ കാർണിവൽ ഉണ്ടാവും, വലിയ പരേഡുകളുണ്ടാവും, ആൾക്കാരൊന്ന് കോസ്റ്റ്യൂംസ് ഇട്ട് വരും, ഇങ്ങനെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, മുട്ടായി ഇങ്ങനെ വാരി എറിയും. അവിടെ ഈ ഹാർവസ്റ്റ് ബേസ്ഡൊരു ഫെസ്റ്റിവലാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്, ഒരു കൾച്ചറൽ വ്യത്യാസമാണ്. ഇങ്ങനെ റോഡിലേക്ക് മുട്ടായി ഇങ്ങനെ എറിയുക, ചുമ്മാ ഇങ്ങനെ നടക്കുക, നമ്മളങ്ങനെ കാണുന്നില്ല. അപ്പോൾ ഇതൊക്കെ നെറ്റ്വർക്കിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. ഈ നെറ്റ്വർക്കിംഗ് സ്ട്രോങ് ആക്കാനും ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഹെൽപ്പ് ചെയ്യും. നമ്മളിപ്പം നെറ്റ്വർക്കിങ്ങിന് ഇപ്പോൾ ജോബിന് വേണ്ടി മാത്രം ഒരു നെറ്റ്വർക്കിംഗ് ക്രിയേറ്റ് ചെയ്തിട്ട് അവരെന്തെങ്കിലും പ്രോഗ്രാമൊക്കെ നമ്മൾ പ്രോഗ്രാമൊന്നും ഞാനില്ല, നിങ്ങൾ റെഫറായിട്ട് തന്നാൽ മതി എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനത്തെ പ്രോഗ്രാമിനൊക്കെ ഒരു ഫെസ്റ്റിവലിനൊക്കെ പോകുമ്പോഴാണ് അവർ കുറച്ചുകൂടി കമ്പനിയായി ഒരു ചാൻസ് ഉള്ളത് നമുക്ക്. അതെ, നമുക്ക് കുറച്ചുകൂടി ഈ നെറ്റ്വർക്കിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് ഒരാളോട് അവിടെ എന്താ പറയുക, ഇപ്പം ഭയങ്കര ഓപ്പൺ ആകാൻ ബുദ്ധിമുട്ടാണ്, നമ്മളോടും ഓപ്പൺ ആകാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരാളെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ സർനെയിം വിളിച്ച് അയാളെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ലെവലിൽ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ പേഴ്സണൽ കാര്യം ഡിസ്കസ് ചെയ്യരുത്, അങ്ങോട്ട് ചോദിക്കരുത്, നമ്മൾ ഇങ്ങോട്ട് പറയുകയും ചെയ്യരുത്, അവരിങ്ങോട്ട് പറയുകയും ചെയ്യില്ല. അപ്പോൾ നമ്മളെ കാര്യം പറയാൻ പാടില്ല. അപ്പോൾ നമ്മളൊരാൾ പെട്ടെന്ന് ആളെ കണ്ടപ്പോൾ നമ്മൾ പേഴ്സണൽ കാര്യം ഡിസ്കസ് ചെയ്ത് തുടങ്ങി, അയാൾ വിചാരിക്കും ഇയാൾക്ക് ഒരു ക്വാളിറ്റി ഇല്ല എന്നുള്ള രീതിയിൽ അയാൾ ചിലപ്പോൾ നമ്മളെ നമ്മളെ മൈൻഡ് ചെയ്യുന്ന വരില്ല. അതിനോട് അവിടുത്തെ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, നമ്മൾ വളരെ പ്രൊഫഷണലായിട്ട് നിൽക്കുക ആദ്യം, അത് കഴിഞ്ഞിട്ട് നമ്മൾ പയ്യെ നമ്മൾ അങ്ങോട്ട് ആഡായി വരുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലേക്ക് മാറാം. അതെ, ഇപ്പോൾ ഈ നെറ്റ്വർക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ പറയുമ്പോൾ നമുക്ക് ഈ ചില സ്റ്റുഡൻസ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എക്സ്ട്രാ കോഴ്സസ് ചെയ്യണത്, അല്ലെങ്കിൽ അവർ ഇപ്പോൾ വേറെ യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ വേറെ കൺട്രീസിലൊക്കെ പോയിട്ട് കോഴ്സ് ചെയ്യണത്, ഇന്റേൺഷിപ്സ് ചെയ്യണത്. അങ്ങനത്തെ ഇപ്പോൾ ഇന്റേൺഷിപ്പ് ഒക്കെ എന്തായാലും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നോക്കുമ്പോൾ അതും ഒരു നല്ല, ഇതിപ്പം ലിങ്ക്ഡിൻ വഴിയുള്ള നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയുള്ള നെറ്റ്വർക്കിംഗ് അല്ലാതെ ഇങ്ങനൊരു എക്സ്പോഷർ കിട്ടുന്നത് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കുറേ സ്റ്റുഡൻസ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യമല്ല അങ്ങനെ പോകാന്നുള്ളതൊക്കെ. അതെ, ഓപ്പൺ കോഴ്സുകൾ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നമ്മളെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പം അത് എപ്പോഴും ഒരു പ്ലസ് പോയിൻ്റ് ആയിരിക്കും. നമുക്ക് സമ്മർ കോഴ്സുകൾ, വിൻ്റർ കോഴ്സുകൾ എന്നിട്ട് 2 ആഴ്ച 3 ആഴ്ചത്തെ കോഴ്സുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. സർട്ടിഫിക്കേഷൻസ് ആയിരിക്കും. എറാസ്മസ് പ്രോഗ്രാംസ് കുറേ വരും, അത് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറേ കാലം എറാസ്മസ് പ്രോഗ്രാം നോക്കുന്നു, പക്ഷേ എൻ്റെ സബ്ജക്റ്റ് ബന്ധപ്പെട്ടത് അങ്ങനെ കിട്ടിയിട്ടുണ്ടായില്ല. ഞാൻ ഇൻറ്റേൺഷിപ്പും കുറേ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം ഇൻറ്റേൺഷിപ്പും എപ്പോഴും നമ്മുടെ ഒരു പ്രൊഫൈൽ ബൂസ്റ്റ് ചെയ്യാൻ എപ്പോഴും നല്ലതായിരിക്കും. എൻ്റെ ചില ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ട്, പറ്റാണ്ട് 2 ഇൻറ്റേൺഷിപ്പ് ചെയ്യണം. എൻ്റെ കോഴ്സിൽ ആദ്യം ഇൻറ്റേൺഷിപ്പ് അല്ലെങ്കിൽ മിനി തീസസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഈയിടെ ഒരു മോഡിഫിക്കേഷൻ വന്നതിൽ മിനി തീസസ് കൺഫേം ആക്കി, ഇൻറ്റേൺഷിപ്പ് വേണമെങ്കിൽ ചെയ്താൽ മതി എന്ന രീതിയിലാക്കി. അപ്പോൾ എനിക്ക് എന്തായാലും മിനി തീസസ് ചെയ്യണം. ഞാനതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മിനി തീസസ് ആണ്. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കോഴ്സുകൾ ചെയ്യുന്നത്, ഈവൻ സർട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ ചെറിയ പ്രോഗ്രാമുകളിൽ ഇപ്പോൾ ട്രേഡൊക്കെ നടക്കുമ്പോൾ പോയി അവിടെ ട്രേഡിന് പോയി കഴിഞ്ഞാൽ ചിലപ്പം HR ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പം റിസർച്ച് ഹെഡ് ഉണ്ടാവാം. അപ്പോൾ അവരൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താം. അപ്പം ഇപ്പം ഞാൻ ജോബ് ഫെയറിനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ജോബ് ഫെയറിനൊക്കെ പോകുമ്പം നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അവരൊരു ഫ്രഷ് മൈൻഡിലാണ് മോർണിംഗ് നമ്മൾ പോയി, അല്ലെങ്കിൽ അവരൊന്ന് റിഫ്രഷ് ചെയ്ത് വരുന്ന സമയമാണ് അവർ കുറേ സംസാരിക്കും. തിരക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചും മാറും. അപ്പോൾ ആ ഒരു പോയിന്റ് നമുക്ക് ചിലപ്പോൾ അവർ നമ്മളെ ലിങ്ക്ഡിൻ നമ്മൾ ഷെയർ ചെയ്യും അവർക്ക്, അല്ലെങ്കിൽ അവരെ പേഴ്സണൽ മെയിൽ, കമ്പനിയിലെ പേഴ്സണൽ മെയിൽ ചിലപ്പോൾ അവർ ഷെയർ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് ചുമ്മാ ഞാനിങ്ങനെ എൻ്റെ കോഴ്സ് കഴിയാനായി, അല്ലെങ്കിൽ എൻ്റെ കോഴ്സ് തീർന്നു, ഒരു ഇൻറ്റേൺഷിപ്പ് നോക്കുന്നുണ്ട്, അങ്ങനെ മെയിൽ അയച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെന്നോട് എൻ്റെ ഇപ്പോഴത്തെ ട്രാൻസ്ക്രിപ്റ്റും CV ഒക്കെ അയക്കാൻ പറയും. ചില ആൾക്കാർ പറയും ഇപ്പം ഓപ്ഷൻസ് ഒന്നുമില്ല. ചില ആൾക്കാർ എന്നോട് ചിലപ്പോൾ ഇങ്ങോട്ടൊരു സബ്ജക്റ്റ് വരും, എന്നിട്ട് ഇത് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മളെ ഫീൽഡല്ലേ, പിന്നെ നമ്മൾ എടുത്തിട്ട് കാര്യമില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ മിനി തീസസ് ചെക്ക് ചെയ്ത സമയത്ത് തന്നെ ഒരു 3-4 ടോപ്പിക്കുകൾ എടുത്തിട്ടാണ് അവസാനം എനിക്ക് ടോപ്പിക്ക് കിട്ടിയത്. ഫസ്റ്റ് എടുത്ത ടോപ്പിക്ക് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നത് എൻ്റെ സ്കോപ്പ് ആയിരുന്നില്ല, വേറെ സ്കോപ്പായപ്പോൾ പുള്ളി പറഞ്ഞത് എടുത്തിട്ട് കാര്യമില്ല, നമുക്കത് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. സെക്കൻഡ് വന്നത് ഇതിൻ്റെ അകത്തൊരു എന്താ പറയുക, AI ബേസ്ഡ് ഒരു വർക്ക് ഉണ്ടായിരുന്നു എൻ്റെ അകത്ത്. അതായത് ഓൾറെഡി കൊണ്ടിരിക്കുന്ന വർക്കാണ്,
അതൊരു ഡിജിറ്റലൈസേഷന് വേണ്ടിയിട്ട് AI ഉണ്ട്, പക്ഷേ അതിൽ നമ്മുടെ കോൺട്രിബ്യൂഷനുണ്ട്. കാരണം ഈ AI എടുത്ത് വരുന്ന ഔട്ട് ശരിയാണോ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം. അതായിരുന്നു മെയിൻ തീസസ്. പക്ഷേ അതും ഈ പറഞ്ഞ മാതിരി ഞാൻ AI വർക്ക് ചെയ്തിട്ടില്ല, പ്രോഗ്രാമിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എനിക്കൊരു ബുദ്ധിമുട്ടായി തോന്നി. പിന്നെ എന്നോട് പറഞ്ഞത് ചിലപ്പോൾ അത് നമ്മളെ കോഴ്സ് ഇവാലുവേഷനിൽ കോളേജ് സമ്മതിച്ചില്ല, യൂണിയിൽ സമ്മതിച്ചില്ല എന്ന് വരും, മെയിൻ തീസായിട്ട് അവർ അപ്രൂവ് ചെയ്തില്ല എന്ന് വരും. പിന്നെ അതും ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് എപ്പോഴും ഇങ്ങനത്തെ ആഡ് ഓൺ കോഴ്സുകൾ എന്തായാലും ഹെൽപ്പ് ചെയ്യും. ഈവൻ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്തായാലും നമ്മൾ ഡാറ്റ ലേണിങ്ങോ അങ്ങനത്തെ ഡിജിറ്റലൈസ്ഡ് കാര്യങ്ങൾ എന്തായാലും ഹെൽപ്പ് ചെയ്യും. സിമുലേഷൻസ് എങ്ങനെ ആ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നമുക്ക് ഒരു പ്ലസ് പോയിൻ്റ് ആവുള്ളൂ. പ്രൊഫൈൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറേ ഹെൽപ്പ് ചെയ്യില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ. അതെ, തീർച്ചയായിട്ടും. ലാംഗ്വേജും മസ്റ്റാണ്. ലാംഗ്വേജ് ഇപ്പോൾ നമ്മൾ കോഴ്സ് തീരുമ്പോഴേക്ക് ലാംഗ്വേജ് അത്യാവശ്യം മിനിമം B2 എന്ന് ഞാൻ പറഞ്ഞു, B2 എങ്കിലും വേണമെന്നാണ്. ഞാനും അതിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു B2 ഒക്കെ എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ അത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. നമ്മളിനിപ്പോൾ ഈ ഒരു കേസിൽ തന്നെ ജർമ്മനിലേക്കുള്ള ഒരു കാര്യം നോക്കുമ്പോൾ ഒരു സ്റ്റുഡൻറ്റ് മാത്രമല്ല, ഒരു ഫാമിലിയും കൂടി ഇൻവോൾവ് ആണ്. അതെ, നമ്മളെപ്പോഴും ആലോചിക്കുമ്പോൾ, കാരണം ഫണ്ടിങ് ഫാമിലി പാരൻസ് ആണ്. ഈ പാരൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടല്ലോ ജർമ്മൻ്റെ കേസിൽ. ഇപ്പം നമ്മളും അത് കാണിച്ചു, ചിലപ്പോൾ പാരൻസ് ആയിരിക്കും നമ്മളായിട്ട് ഡിസ്കസ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. ചില സമയത്താണെങ്കിൽ ഈക്വൽ റെസ്പോൺസിബിലിറ്റി അവർ കാണിക്കാറുണ്ട്. അപ്പോൾ ഈ ഷെഫിൻ്റെ പാരൻസ് നമുക്ക് അറിയാം, നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ കണക്ഷൻ ഉള്ളതാണ്. അപ്പോൾ ഈ പാരൻസിൻ്റെ ശരിക്കും ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഇൻവോൾവ്മെൻറ്റ് പ്രോസസ്സിൻ്റെ അകത്തും അതുപോലെ സ്റ്റുഡൻറ്റിൻ്റെ അവിടെയുള്ള ഒരു ലൈഫിലൊക്കെ എങ്ങനെയാണ് ഷെഫക്ക് തോന്നുന്നത്? അതായത് ഇത് ഇത്ര ഇൻവോൾവ് ചെയ്യണോ അല്ലെങ്കിൽ ഓക്കെ ആണോ? ആ ഒരു സംഭവം ഉണ്ടല്ലോ. കാരണം നമുക്ക് കുറേ ആൾക്കാരുടെ കേസിൽ നമുക്കറിയാം, ചില ആൾക്കാർ ഇങ്ങനെ അവിടെ പോയതിനു ശേഷം പിന്നെ പാരൻസ് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടേ. പാരൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എന്തായാലും ഉണ്ട്. കാരണം പാരൻസ് അവരറിയണ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും. ഫണ്ട് ഭൂരിഭാഗവും അവരായിരിക്കാം, അല്ലെങ്കിൽ ഫണ്ട് അറേഞ്ച് ചെയ്യുന്ന അവരായിരിക്കാം, ലോണൊക്കെ ആണെങ്കിലും അവരായിരിക്കും, കൊളക്ടറിലൊക്കെ വെക്കുന്നവരൊക്കെ ആയിരിക്കും. അപ്പോൾ പാരൻസ് ഇൻവോൾവ്മെൻറ്റ് വേണം. പക്ഷേ പാരൻസിൻ്റെ മാത്രം ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല. ഇപ്പോൾ സ്റ്റുഡൻസിന്, ഇപ്പോൾ എനിക്കറിഞ്ഞ ആൾക്കാരുണ്ട്, സ്റ്റുഡൻസിന് അത്ര ഇതില്ല, ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ പാരൻസ് അങ്ങനെ അവർ എന്തായാലും പുറത്തേക്ക് വിടാം എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ച് എനിക്കൊന്ന് ബാച്ചിലേഴ്സിനാണ് തോന്നുന്നുണ്ട് ആ പ്രശ്നം ഉണ്ടായിരുന്നത്. അങ്ങനെ പുറത്തേക്ക് വിടാം എന്നുള്ളത് പാരൻസ് തീരുമാനിച്ച്, പാരൻസ് മുൻകൈയിട്ട് പാരൻസിനൊക്കെ ചെയ്ത് കൊടുക്കുമ്പം അതൊരു പ്രശ്നം. ഈവൻ മെയിൽ അയക്കുന്നൊക്കെ പാരൻസ് ചെയ്യുമ്പം പാരൻസ് ചെക്ക് ചെയ്യണം, അങ്ങനെയല്ല. പക്ഷെ ചെയ്യേണ്ടത് കുട്ടികൾ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ സ്റ്റുഡൻസ് തന്നെ ആയിരിക്കണം. ഒരിക്കലും നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ പാരൻസിൻ്റെ സഹായം ഉണ്ടാവില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു 60-80% നമ്മൾ ഇൻഡിവിജ്വലാണ്. നമ്മൾക്കൊരു അപ്പോയിൻമെൻറ്റ് വേണമെങ്കിൽ മെയിൽ അയക്കണം, നമ്മൾ തന്നെ മെയിൽ അയക്കണം, നമ്മൾ തന്നെ ഫോൺ കോൾ ചെയ്തിട്ട് അപ്പോയിൻമെൻറ്റ് എടുക്കണം. ഈവൻ ജർമ്മനാണെങ്കിലും നമ്മളെങ്ങനെയെങ്കിലും വിളിച്ച് സംസാരിച്ച് അപ്പോയിൻമെൻറ്റ് എടുക്കണം. അപ്പോൾ പാരൻസ് കാര്യങ്ങളൊക്കെ അറിയണം എന്നുള്ളതുപരി കുട്ടിയായിരിക്കണം പാരൻസിനോട് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതാണ് കാര്യങ്ങൾ, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ കുട്ടിക്കൊരു ഫുൾ ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫുൾ കാര്യം അറിയാമെന്നുണ്ടെങ്കിൽ ഈ വിഷയം വരുന്നില്ല. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാലും പാരൻസ് ഈ കുട്ടികൾ അനുഭവിക്കുന്ന കാര്യങ്ങളും അത് നോക്കണം. എന്താണ് നമ്മൾ റിയാലിറ്റി ഹിറ്റ് ചെയ്യാൻ പോകണമെന്നുള്ള ഏത് രീതിയിലാണെന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പോൾ പാരൻസ് അവരുടേതായ രീതിയിൽ നോക്കണം. പക്ഷേ എന്ന് വെച്ചിട്ട് ഓവറായിട്ട് ഇടപെട്ടാലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഈ ഒരു പ്രോസസ്സിൻ്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ 2023 മുതൽ ഇപ്പോൾ 26 ഏകദേശം ഒരു 3 years ആയിട്ട് നമ്മൾ ഒരു ജേർണിയിലുണ്ട്. ഇപ്പോൾ ഷെഫ് നോക്കുകയാണെങ്കിൽ എല്ലാ തവണ നാട്ടിൽ വരുമ്പോൾ നമ്മൾ മീറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഒരു വൺസ് ഇൻ എ വീക്ക് നമ്മൾ സംസാരിക്കാറുണ്ട്. അങ്ങനെ ആ ഒരു കണക്ഷൻ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ 3 years കൊണ്ട് RWTH മാത്രമായിരിക്കില്ല, കുറേ സ്റ്റുഡൻസിനെ ഷെഫ് കണ്ടിട്ടുണ്ടാകും ജർമ്മനിയിലുള്ള. അവിടെ എന്താണ് ഏജൻസീസിനെ പറ്റിയുള്ള സ്റ്റുഡൻസിൻ്റെ ഒരു ഇതുണ്ടാവും, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ നിങ്ങളുടെ എന്തായാലും ഡിസ്കഷൻസ് ഉണ്ടാവുമല്ലോ, ഓഫ് കോഴ്സ് എന്തായാലും നമ്മൾ പറയും. എന്താണ് അവിടെ ആ ഒരു പ്രോസസ്സിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഏജൻസീസിൻ്റെ ഒരു ഫീഡ്ബാക്ക് റിവ്യൂ ഒക്കെ എങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും? അങ്ങനെ എന്തായാലും ചെയ്തിട്ടുണ്ടാവില്ലേ? ഉണ്ട്. അത് ഞങ്ങൾ പ്രത്യേകിച്ച് വന്ന സമയത്ത് നമ്മളിങ്ങനെ പെട്ടെന്ന് സംസാരിക്കുമ്പോൾ എവിടെ നിന്നാണ്, ഏത് ഏജൻസിയാണെന്നൊക്കെ ആദ്യം ചോദിക്കും. ഇൻഡിവിജ്വലായി ചെയ്ത ആൾക്കാരുണ്ട് കൂടുതലും, പക്ഷേ ഏജൻസി വഴി വന്നിരുന്ന ആൾക്കാർ. ഇപ്പോൾ ഞാനും അതെ ഇൻഡിവിജ്വൽ ട്രൈ ചെയ്തായിരുന്നു, പക്ഷേ ഏജൻസി വഴി വന്നപ്പോൾ നമ്മൾ 2022 ഡിസംബർ അല്ലെങ്കിൽ 23 ജാനുവരിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ആ സമയം മുതൽ എൻമൈൻസിൽ നമ്മൾ യൂസ് ചെയ്തിരുന്നൊരു പ്രൊസീജിയർ വെച്ചിട്ടിപ്പം പ്രോപ്പറായിട്ട് നമുക്ക് ഒരു ക്ലാരിറ്റി ഉണ്ട്, എന്താണ് നമ്മൾ ചെയ്യുന്നത്, എവിടെയൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ വീക്കിലി നമ്മൾ കോളൊക്കെ ചെയ്യും. ഇപ്പം നേരിട്ട് കണ്ടില്ലെങ്കിൽ നമ്മൾ വീഡിയോ കോൾ ചെയ്യുന്നു, നമ്മൾ ഇന്ന ഇതിൽ അപ്ലൈ ചെയ്തു, ഇന്നതിൽ കിട്ടിയില്ല, ഇന്നത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, അവിടെ റോള് മാറ്റി എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ പല ഏജൻസിയിലും ഇതൊന്നും അറിയുന്നില്ല. ഇപ്പം എനിക്കറിയുന്ന ചില ആൾക്കാർ പറഞ്ഞു വെച്ചാൽ അവർ പ്രൊഫൈൽ കൊടുത്തു, അവരെ മാർക്കും ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു, പിന്നെ അവരറിയുന്നത് ഒരു കോളാണ്, അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, ഇന്ന കോഴ്സാണ്. അപ്പോൾ അതിലൊരു കാര്യമില്ല. അതിൽ നമ്മൾ ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്ന പോലെ നമ്മളറിയില്ല. ചിലത് യൂണിവേഴ്സിറ്റി വഴിയാവാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആവാം. ഈവൻ എനിക്ക് തോന്നുന്നു നമ്മൾ തുടക്കത്തിൽ നമ്മൾ ഒരു സ്പ്രെഡ്ഷീറ്റൊക്കെ ഉണ്ടാക്കി നമ്മൾ കോമൺ എല്ലാവരും ഷെയർ ചെയ്ത്
സ്പ്രെഡ്ഷീറ്റ് ഉണ്ടാക്കി നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം എനിക്ക് തോന്നുന്ന ഒരു മീറ്റിങ്ങിൽ എൻ്റെ ഇവാലുവേഷൻ ആയിരുന്നു, എൻ്റെ മാർക്ക് വെച്ചിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്തു. പിന്നെ നമ്മൾ മീറ്റിങ്ങിൽ പോസിബിളായ എൻ്റെ താല്പര്യങ്ങളനുസരിച്ചുള്ള പോസിബിളായ നമ്മൾ ലിസ്റ്റ് ചെയ്തു യൂണിവേഴ്സിറ്റീസിലെ. ലിസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിനൊരു ഇവാലുവേഷൻ കണ്ടത്. അന്ന് ശ്യാം സാർ പറയേണ്ടായിരുന്നു ഇന്ന കോഴ്സുകൾ കിട്ടൂല, വെറുതെ അപ്ലൈ ചെയ്യാണ്. അന്ന് ശ്യാം സാർ പറഞ്ഞത് അത് നമ്മളെ മാർക്കും IELTS സ്കോറും എല്ലാം വെച്ചിട്ട് വെറുതെ അപ്ലൈ ചെയ്യാണ്, കിട്ടില്ല. അത് യൂണിവേഴ്സിറ്റി ചെയ്യുമ്പോൾ അതിന് എക്സ്ട്രാ പൈസയും കൊടുക്കണം, വെറുതെ നഷ്ടമാവും. അപ്പോൾ നമ്മൾ ചെയ്തില്ല. അതേപോലെ നമ്മൾ എല്ലാ യൂണിവേഴ്സിറ്റി നമ്മൾ ലിസ്റ്റ് ചെയ്തതിനെ കൊണ്ട് എനിക്ക് ക്ലാരിറ്റി ഉണ്ടായിരുന്നു ഇന്ന യൂണിവേഴ്സിറ്റി. അതേപോലെ അപ്ലൈ ചെയ്തപ്പോൾ ഇന്ന വെയിറ്റിംഗ് ആണ്, ഇന്നത് വരാനുണ്ട്. അപ്പോൾ നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ, 23 വിൻ്റർ ആകുമ്പോൾ പോകണം നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. നമ്മളൊരു കൊല്ലത്തെ പ്ലാനിങ് ആയിരുന്നല്ലോ. അപ്പം ഫസ്റ്റ് കിട്ടിയ സെമസ്റ്ററിൽ ഓടി പോകുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഒരു കൊല്ലം പ്ലാൻ ചെയ്ത് ഇടയ്ക്ക് IELTS എഴുതിയെടുത്തു. പിന്നെ GRE വേണോ നോക്കി, GRE വേണമെങ്കിൽ അത് എഴുതിയെടുക്കണം. ഞാൻ നോക്കുന്ന കോഴ്സുകൾ GRE അങ്ങനെ ഉണ്ടായിരുന്നില്ല. GRE ഒക്കെ ഇപ്പോഴാണ് ഭയങ്കര കോമൺ ആയതല്ലേ. RWTC മാൻഡേറ്ററി ഒക്കെ ഉണ്ടായിരുന്നു. RWTC പുതിയ കോഴ്സ് വന്നിട്ടുണ്ട്, ബാറ്ററി ടെക്നോളജിയും. സാധാരണ പുതിയ കോഴ്സ് വരുമ്പോൾ അങ്ങനെ മാൻഡേറ്ററി ആക്കുമല്ലോ, പക്ഷേ ഇതിൽ GRE മാൻഡേറ്ററി ആണ്. അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു പിന്നെ നമ്മൾ നോക്കിയിരുന്നത് ലാംഗ്വേജ് മാൻഡേറ്ററി. ലാംഗ്വേജ് പല കോഴ്സുകൾക്ക് A2 വേണമെന്നുണ്ടായിരുന്നു, A1 A2. നമ്മൾ നോക്കിയിരുന്നത് ഒരു ഇലക്ട്രോമൊബിലിറ്റിക്ക് റിക്വയർമെൻറ്റ്സിൽ IELTS സ്കോർ കൂടുതൽ വേണമായിരുന്നു. അതെ, അപ്പം നമ്മൾ അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി നമുക്കുള്ള വാല്യൂസ് പിന്നെ IELTS ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കി. അങ്ങനെയൊക്കെ നമ്മൾ ഒരു ലിസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിത് പ്രോപ്പറായി മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ ഇതൊന്നും അറിയാത്ത ചില ഏജൻസികളുണ്ട്, ഏജൻസി വഴി വന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമ്മളെക്കാട്ട് ഭയങ്കര പ്രീമിയം വാങ്ങിയ ആൾക്കാർ എനിക്കറിയാം. ഞാൻ ഞെട്ടിയിട്ടുണ്ട്. ചില ക്യാഷ് ഞാൻ എമൗണ്ട് പറയുന്നില്ല, പക്ഷേ ക്യാഷ് കൊടുത്താൽ ഞെട്ടിയിട്ടുണ്ട്. ഇത്ര എമൗണ്ടൊക്കെ കൊടുത്തിട്ടാണോ ഒരു ഏജൻസിക്ക് അവർ വന്നതെന്നുള്ളത്. ചിലത് ഏജൻസിയും അല്ല, അവിടെയുള്ള സ്റ്റുഡൻസാണ്. ഇപ്പം ഞാനിപ്പം കണക്ട് ചെയ്ത സമയത്ത് ഞാനൊരു പ്രോപ്പർ ഓഫീസിൽ വന്ന് ഒരാളോട് സംസാരിക്കുന്നു, ഇപ്പോൾ ശ്യാം സാറ് സംസാരിക്കുന്നു, ഷെയ്നായിട്ട് കണക്റ്റ് ആവുന്നു. അങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു ചാനലിൽ പോയി. അപ്പോൾ എനിക്കുള്ള എൻ്റെ ഒരു ബഡ്ജറ്റും എൻ്റെ ഒരു എമൗണ്ടും എനിക്കറിയാം. പക്ഷേ ഇതിൻ്റെ ഡബിൾ കൊടുത്തിട്ട് ജസ്റ്റ് സ്റ്റുഡൻറ്റ് ജർമ്മനി ഇപ്പോൾ ഉള്ള സ്റ്റുഡൻറ്റിനെ കൊണ്ട് അപ്ലിക്കേഷൻ എടുപ്പിച്ചിട്ട് ജസ്റ്റ് അഡ്മിഷൻ കിട്ടി, വിസക്കുള്ള അപ്പോയിൻമെൻറ്റ് എടുത്തു തന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ഇതന്നെ വിസ റിജക്റ്റ് ആയ ആൾക്കാരുണ്ട്, സെക്കൻഡും തേർഡും വിസ അറ്റംപ്റ്റ് വന്ന ആൾക്കാരുണ്ട്. എനിക്ക് ഓർമ്മ ഉണ്ട് അന്ന് വിസൻ്റെ നമ്മൾ അഡ്മിഷൻ കിട്ടുന്നതിനെക്കാട്ടി പാടായിരുന്നു വിസൻ്റെ എല്ലാം മോട്ടിവേഷൻ ലെറ്റർ കൊടുക്കുന്നത്. വിസൻ്റെ അതിൽ പ്രോപ്പറായിട്ട് കൊടുത്തില്ല, അവർ സ്പോട്ട് ക്യാൻസൽ ചെയ്യുന്നൊരു പ്രശ്നം. അന്ന് തിരക്കും കൂടുതലായതുകൊണ്ട് ക്യാൻസലായി, പിന്നെ അടുത്ത അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ലേറ്റ് ആവും. അപ്പോൾ അങ്ങനെ ഒരു പ്രോപ്പർ പ്ലാനിങ് പോയതിനെ കൊണ്ട് നമ്മളെ കാര്യങ്ങൾ സ്മൂത്തായത്. അതില്ലാത്ത ആൾക്കാരും ഉണ്ട്. ഇതിനെപ്പറ്റി ഇപ്പം ഞാൻ പറയട്ടെ, അതിൽ ഈ സ്റ്റുഡൻസ് ചെയ്യുന്ന സമയത്ത് ചെറിയ റൂൾ ചേഞ്ച് ഒന്നും സ്റ്റുഡൻസ് അറിയില്ല. പക്ഷെ ഇവർ പറയുമ്പോൾ ഈ എമൗണ്ട് മേടിക്കുന്നുണ്ടെങ്കിലും ഈ റൂൾ ചേഞ്ച് ഇവർ അറിയുന്നില്ല. അത് വിസക്ക് ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടാണ് റിജക്റ്റ് ചെയ്യുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഡോക്യുമെൻറ്റ് മാറി, ഇന്ന ഡോക്യുമെൻറ്റ് ഇല്ല. APS വന്ന സമയത്ത് ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. APS വേണം, അപ്പം APS കിട്ടാത്തതുകൊണ്ട് വെയിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുമോ, ഓൾറെഡി ഇത് എടുത്ത ആൾക്കാരുണ്ടല്ലോ അപ്പോയിൻമെൻറ്റ് എടുത്ത ആൾക്കാർ മൂവ് ചെയ്യണോ, അപ്പം അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കാര്യത്തിൽ അതൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് നമുക്കത് പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയത്. നമ്മുടെ ഇപ്പോൾ ഒരു ജേണി ഏകദേശം ഒരു 3 years കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഷെഫക്ക് ഇപ്പോൾ നോക്കുമ്പോൾ ബാക്കോട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെയുള്ള ബാക്കിയുള്ള സ്റ്റുഡൻസിൻ്റെ ഒക്കെ ഒരു പെർസ്പെക്റ്റീവ് ആലോചിക്കുമ്പോൾ എൻമൈൻസിനെ ഡിഫറെൻ്റ് ആക്കുന്നതായിട്ട് എന്തെങ്കിലും ഒരു സംഭവം തോന്നിയിട്ടുണ്ട്? അങ്ങനെ വാട്ട് മേക്സ് എൻമൈൻസ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ് ഏജൻസീസ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ഫീൽ ചെയ്തിട്ടുണ്ട് എപ്പോഴേലും? പേഴ്സണലി തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ 2023 കോൺടാക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എപ്പോഴും കോൺടാക്റ്റ് ഉണ്ട്. ഇപ്പോൾ എപ്പോഴും ഷെഹീൻ എന്നെ എന്തെങ്കിലും വിളിച്ച് കാര്യങ്ങൾ ചോദിക്കും, ഞാൻ ഷെഹീനെ വിളിക്കുക എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ. അതേപോലെ ഷെഹീൻ മറ്റു കുട്ടിയൊക്കെ ഉണ്ടെങ്കിലും എന്നെ വിളിക്കുന്നതൊക്കെ എനിക്ക്. അപ്പോൾ അത് നമ്മൾ കെയറിങ് ഉണ്ട് എന്നുള്ളത് ഒരു ഹാപ്പി കാര്യമാണ്. അപ്പം ജസ്റ്റ് അഡ്മിഷൻ എടുത്ത് ഒഴിവാക്കുക എന്നുള്ളത് മാത്രമല്ല, പിന്നെ ഈവൻ ഫാമിലിയും നമ്മൾ കണക്റ്റഡ് ആണ്. എൻ്റെ പെങ്ങളെ കരിയർ ഗൈഡൻസിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഷെഹീനെ കോൺടാക്ട് ചെയ്തിരുന്നു, അത് പ്രോപ്പറായി നമ്മൾ ചെയ്തു. ശേഷം ഇപ്പം എൻ്റെ ഫാമിലി വിളിച്ചപ്പോൾ ഷെഹീനെ പറ്റിയൊക്കെ ചോദിച്ചായിരുന്നു, നമ്മൾ ഒരുമിച്ചുണ്ടെന്ന് പറഞ്ഞപ്പോൾ. അപ്പം അങ്ങനെ നമ്മളൊരു എപ്പോഴും ഒരു ടച്ചിൽ നിൽക്കുന്നതിനെ കൊണ്ടുള്ള ഒരു ഇതുണ്ട്. ഇപ്പം മറ്റു ചില ആൾക്കാരൊക്കെ ഞാൻ പറഞ്ഞില്ല, പരിപാടി കഴിഞ്ഞ് പിന്നെ ഒന്നുമില്ല, പിന്നെ അവർ വിളിക്കുന്നുമില്ല, കോൺടാക്റ്റും ഇല്ല. അപ്പോൾ അതേപോലെ തന്നെ ഷെഹീൻ ഇപ്പം പുതിയ സ്റ്റുഡൻസിന് വേണ്ടി എന്നെ വിളിക്കാറുണ്ട്. ഇപ്പം അവരെ സഹായിക്കാനോ റൂമിൻ്റെ ആവശ്യത്തിനോ ഒക്കെ ഷെഹീനെ കോൺടാക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ കെയറിങ് ഉള്ളത് കൊണ്ട് തന്നെയാണ്, നമ്മളെ കണക്ഷൻ കീപ്പ് ചെയ്യുന്നത് കൊണ്ടാണ്. പിന്നെ ഏറ്റവും കൂടുതൽ വിളിക്കാറുള്ളത് എന്തെങ്കിലും കൊടുത്തു വിടണമെന്ന്. അതുകൊണ്ട് ഇപ്പം എനിക്ക് അവിടെ മസാല പിടി തീർന്നാലോ അല്ലെങ്കിൽ ഓയിലൊക്കെ തീർന്ന് ഞാൻ ഷെഹീനെ ആരും വരാണ്ടോ എന്ന് ചോദിക്കുന്ന ആ ഒരു ഫ്രീഡം ഉള്ളതിനെ കൊണ്ടാണ് ഞാൻ ചോദിക്കാൻ പറ്റുന്നത്. നമ്മൾ ആ ഒരു ബോണ്ടിങ് എപ്പോഴും കീപ്പ് ചെയ്യുന്നതിനെ എല്ലാ സ്റ്റുഡൻസിന്റെ അടുത്താണെങ്കിൽ ആ ഒരു ഞാൻ ചെയ്യാൻ നോക്കാറുണ്ട്. അവിടെ ഇപ്പോൾ RWTC പുതിയ വരുന്ന ആൾക്കാരാണെങ്കിൽ ഇടയ്ക്ക് കാണുമ്പോൾ ആ ഷെയ്ൻ വിളിച്ചിനോ എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റുഡൻസിനെ. നമ്മൾ വീഡിയോ കോളുള്ള സമയത്ത് വേറെ സ്റ്റുഡൻസിന് കേസിൽ
സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ട്രെയിനിൽ വേറെ മലയാളി സ്റ്റുഡന്റിനെ കാണുന്നു, ഇവനല്ലേ ഇവിടെ ഇരിക്കുന്നത്, അങ്ങനെയൊക്കെ അത് ഭയങ്കര നമുക്കൊരു ഹാപ്പി മൊമെന്റ് ആണ്. നമ്മുടെ ഫ്രണ്ട്സിനെ കമ്മ്യൂണിറ്റി അവിടെ നിന്ന് മീറ്റ് ചെയ്യാറ് ഇതേ ഒരു കണക്റ്റഡ് ആയിട്ട് ചോദിക്കും. അപ്പൊ നമുക്ക് എപ്പോഴും ഉണ്ടാവുന്ന വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഓഫർ ലെറ്റർ കിട്ടും. അതിനുശേഷമാണ് പിന്നെ സ്റ്റുഡൻസിന്റെയും പാരന്റ്സിന്റെയും നെക്സ്റ്റ് ലെവൽ ഓഫ് ടെൻഷൻ സ്റ്റാർട്ട് ചെയ്യണത്. ബ്ലോക്ക്ഡ് അക്കൗണ്ട്, ലോൺ കിട്ടുമോ, അതാണ്. രണ്ടാമത്തെ പിന്നെ എങ്ങനെ എയർപോർട്ടിൽ ആദ്യമായിട്ട് പോകാണല്ലോ, പിക്കപ്പ് നടക്കും, എയർപോർട്ട് പിക്കപ്പ് ഉണ്ടാവോ, അല്ലെങ്കിൽ അക്കോമഡേഷൻ എങ്ങനെ, കാരണം നമ്മൾ ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും സ്കാം നടക്കുന്ന ഒരു ഏരിയ ആണ് അക്കോമഡേഷൻ, അതുണ്ടാവും. പിന്നെ അടുത്ത ടെൻഷൻ സ്കോളർഷിപ്സ് കിട്ടുമോ, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസിനോട് ഇതിന്റെ റിയാലിറ്റി പറഞ്ഞാലും ചിലപ്പോൾ നിങ്ങളെ ഏജൻസി ആണല്ലോ ആ രീതിയിൽ സ്റ്റുഡന്റിന്റെ പെർസ്പെക്റ്റീവിൽ എന്താണ്, അല്ലെങ്കിൽ ഷെഫിന്റെ ഒരു എക്സ്പീരിയൻസിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, ലോണിന്റെ കേസ് ആണെങ്കിലും അല്ലെങ്കിൽ അക്കോമഡേഷൻ, സ്കോളർഷിപ്സ്, അതൊക്കെ എന്താണ് ഒരു ആളുടെ ഒരു ഫീഡ്ബാക്ക് എന്താ ടോപ്പിക്കിലൊക്കെ വരുന്നത്? അതിപ്പം നമ്മൾ ഓഫർ ലെറ്റർ കിട്ടുക എന്നുള്ളതാണ് പ്രൈമറി തിങ്. പക്ഷേ ഓഫർ ലെറ്റർ കിട്ടി കഴിഞ്ഞിട്ടാണ് ചലഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്കും ഒരു അക്കോമഡേഷൻ ഫസ്റ്റ് ഫൈൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു, കാരണം നമുക്ക് കണക്ട് ചെയ്യാൻ ആളുണ്ടായിരുന്നില്ല. അപ്പം അക്കോമഡേഷൻ ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പം നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്കൊരു സ്ഥലം കിട്ടിയില്ല, നമുക്ക് അത്രയും ലഗേജ് ആയിട്ട് പോകുന്നു. നമ്മൾ എയർപോർട്ടിൽ എത്തുമ്പോൾ തന്നെ നമ്മൾ ക്ഷീണിച്ചേക്ക് എത്തുക. എയർപോർട്ടിൽ തന്നെ കുറേ കൺഫ്യൂഷൻസ് ആണ്, ലാംഗ്വേജിൻ്റെ ഇഷ്യൂസ് ആണ്, ബോർഡ് മനസ്സിലാവില്ല, ഓരോ ബോർഡും ട്രാൻസ്ലേറ്റ് ചെയ്ത് പോകണം. ഇപ്പം നമുക്ക് ഫോണിലുണ്ട് സുഖമായി ട്രാൻസ്ലേറ്റ് ചെയ്യാം അറ്റ്ലീസ്റ്റ്. പിന്നെ നമ്മൾ ആ സമയത്ത് എനിക്കത് സിമ്മിൻ്റെ ഇത് നമ്മൾ ഇവിടുന്ന് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഉപകാരം ഉണ്ടായിരുന്നു, ഒരു ഡാറ്റ ഉണ്ടായിരുന്നു ഇറങ്ങിയപ്പോൾ തന്നെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ വൈഫൈ ഉണ്ട് അവിടെ, പക്ഷെ എന്നാലും നമുക്ക് ഇറങ്ങുമ്പോൾ ഒരു ധൈര്യമാണ്. ഇപ്പം സ്റ്റേഷൻ്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ വൈഫൈ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊക്കെ. അപ്പോൾ അതുകൊണ്ട് അന്ന് ആ ഒരു അക്കോമഡേഷൻ എനിക്ക് കിട്ടാത്തതിനെക്കൊണ്ടുള്ള ബുദ്ധിമുട്ട് എനിക്കറിയാം. ഞാൻ ഇറങ്ങിയ സമയത്ത് അക്കോമഡേഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ ചെയിനെ വിളിക്കുമ്പോൾ ഞാൻ ആർക്കാണെങ്കിൽ അക്കോമഡേഷൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പോയി കാണുകയും അക്കോമഡേഷൻ കൺഫേം ആയി കൊടുക്കുകയും നമ്മൾ കുറേ പേർക്ക് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റീസിലും നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്. പാഹൻ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ മ്യൂണിക്കിലോ അല്ലെങ്കിൽ ബെർലിനിലോ പോകുമ്പോൾ ഒരു ഫോൺ കോളിൽ ഒരാൾ വരുന്നുണ്ട് അക്കോമഡേഷൻ. അന്ന് നമുക്കതൊരു ഉണ്ടായിരുന്നില്ല. ഇപ്പം നമുക്ക് ഒരാൾ വരുന്നുണ്ട്, ഇന്ന ദിവസമാണ്, ഒന്ന് പിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാം, എയർപോർട്ടിൽ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു അക്കോമഡേഷൻ ഉണ്ട്, ജെനുവിൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഫ്രീയുള്ള ഇപ്പോൾ ഡാം സ്റ്റേഡിലൊക്കെ നമ്മൾ റീസെൻ്റ് ആയിട്ട് പോലും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ അടുത്ത് നമ്മൾ അദ്വൈതം അങ്ങനെ ആരോ നമ്മൾ വിഷ്ണു ആരോ നമ്മൾ കണക്ട് ചെയ്ത സമയത്ത് എനിക്ക് വിഷ്ണു ഈ പറയുന്ന ആളെന്നെ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ അക്കോമഡേഷൻ വന്നിട്ടുണ്ട്, ജെന്യൂൻ ആണോ അല്ലേ ഒന്ന് അറിയാൻ പറ്റുമോ. ഇപ്പോൾ പാരൻസിൻ്റെ ഇപ്പോൾ സ്കാം ഉണ്ട്, ഇഷ്ടംപോലെ സ്കാം ഉണ്ട്. ഞാൻ എപ്പോഴും ആരെ വിളിച്ചാൽ പറയുന്നത് വീഡിയോ കോൾ കൺഫേം ചെയ്യണം എന്തായാലും, വേറൊരു വഴിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അറിയുന്ന ആരും ഒന്ന് പോയി നോക്കാൻ പറയണം. അപ്പോൾ ഈ പുള്ളി വിളിച്ച സമയത്ത് എനിക്ക് ഷെയർ ചെയ്ത നമ്പർ എനിക്ക് അറിയുന്ന ആളെയാണ്. അപ്പോൾ ഞാൻ അവന് ഡയറക്റ്റ് വിളിച്ച് ചോദിച്ചാൽ ഉള്ളതാണോ, അപ്പോൾ അവർ പറഞ്ഞു ഉള്ളതാണ്, ഞാനൊരു വീഡിയോ അയച്ചുതരാം, സ്പോട്ടിലേക്ക് വീഡിയോ അയച്ചു തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കൺഫേം ആണ്, റൂമുണ്ട്, സ്കാമൊന്നുമല്ല. സ്കാമ് ശ്രദ്ധിക്കണം പറഞ്ഞാൽ പാരൻസിൻ്റെ അത് കൺസേൺ ആണ്, നമ്മൾ കണ്ണും പൂട്ടി പൈസ അയച്ച് കൊടുക്കരുത്. കുറേ സ്കാം എനിക്ക് വന്നിട്ടുണ്ട് അക്കോമഡേഷൻ്റെ പേരിൽ. നമ്മൾ കീ അയച്ചു തരാം, ഞാൻ പോളണ്ടിലാണ്, ഞാൻ സ്വിറ്റ്സർലാൻഡിലാണ്, മെഡിക്കൽ എമർജൻസി വന്നത് ഒക്കെ കേൾക്കും. കീ അയച്ചു തരാം, പൈസ റൂം കണ്ടതിന് ശേഷം മാത്രം ക്യാഷ് കൊടുക്കാവൂ, ഡെപ്പോസിറ്റ് കൊടുക്കാവൂ. കാരണം ഡെപ്പോസിറ്റ് കൊടുത്താൽ ഇത് ഫിക്സ് ആവുള്ളൂ, കോൺട്രാക്ട് മുമ്പ് ഡെപ്പോസിറ്റ് കൊടുത്താൽ അക്കോമഡേഷൻ കിട്ടുള്ളൂ. പക്ഷേ ഈ പറയുന്ന പോലെ സ്കാമിൽ പെടാണ്ട് ശ്രദ്ധിക്കണം. അത് നമ്മളും അതിനുള്ള ഗൈഡൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. ഇപ്പം ഷെയിം വിളിച്ച് ചോദിച്ചാലും ഞാൻ അത് ഉള്ളതാണല്ലേ എന്നുള്ള നമുക്ക് ആദ്യം ബിഹേവിയറിൽ മനസ്സിലാവും, പിന്നെ ബാക്കി നമ്മൾ കൺഫേം ചെയ്യുകയും ചെയ്യും. ഈ സ്കോളർഷിപ്പിൻ്റെ കേസിൽ നമുക്ക് ഒന്നാമത് ഫീസ് ഇല്ലാത്ത കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻസ് കുറവാണ്. പിന്നെ ഡോഴ്സ്ലൈൻ സ്റ്റേറ്റ്മെന്റ് ചെയ്യും, അല്ലെങ്കിൽ റെസ്പോൺസ് കൊണ്ട് അങ്ങനെ കുറച്ച് സ്കോളർഷിപ്പ് ഓപ്ഷൻസ് ഉള്ളത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം സ്കോളർഷിപ്പ് കിട്ടാനുള്ളൊരു അത് കുറച്ചധികം ബുദ്ധിമുട്ടാണ് ജർമ്മൻ്റെ കേസിൽ. നല്ല ബുദ്ധിമുട്ടാണത്. നമ്മൾ ഇപ്പോൾ പറയുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ നമ്മൾ അപ്ലൈ ചെയ്യാതിരിക്കരുത്. ഇപ്പോൾ ഞാൻ സ്കോളർഷിപ്പ് 2 കൊല്ലം അപ്ലൈ ചെയ്ത് നോക്കി, പക്ഷേ അവർ കിട്ടിയിട്ടില്ല. ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ അവർ പറഞ്ഞു നിങ്ങളെ സ്കോർ പോരാന്ന് പറഞ്ഞു. സെക്കൻഡ് അപ്ലൈ ചെയ്തപ്പോൾ അവർ പറഞ്ഞു നിങ്ങളെ സോഷ്യൽ ആക്ടിവിറ്റി കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യണം. അവരതൊക്കെ ചോദിക്കും. ഇപ്പം എനിക്ക് സ്കോളർഷിപ്പ് ഫില്ലിങ്ങിൽ നമുക്കുണ്ടായിരുന്നു സോഷ്യലി നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കേണ്ട. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും പ്രോഗ്രാം പങ്കെടുക്കുകയും ക്ലബിൻ്റെ ഭാഗമാവുക, അതൊക്കെ പെടണം. അതേപോലെ അതൊക്കെ നമ്മൾ ചെയ്യണം. വെറുതെ നമ്മൾ പഠിക്കുന്നത് മാത്രമല്ല, അവിടെ സോഷ്യലി നമ്മൾ ആക്റ്റീവ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻമൈൻസ് നമ്മളന്ന് ഏതൊക്കെ സ്കോളർഷിപ്പ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എറാസ്മസിൽ അപ്ലൈ ചെയ്തായിരുന്നു ഏതോ സബ്ജക്റ്റിൽ. പക്ഷേ നമുക്കത് ലക്കിലി കിട്ടിയില്ല, അൺലക്കിലി കിട്ടിയില്ല അല്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യണം, പക്ഷേ വളരെ റയറാണ് കാര്യങ്ങൾ. ഇപ്പം എറാസ്മസിൽ സ്കോളർഷിപ്പ് കിട്ടുകയാണെങ്കിൽ നമ്മൾ സബ്ജക്റ്റും കൂടിയും സെയിം ആവണം. അതെ. പിന്നെ ചിലതൊക്കെ 1 ഇയർ മുമ്പ് ആപ്ലിക്കേഷൻ വരും. 1 ഇയർ ഇപ്പോൾ 27 വിന്ററിലേക്കാണെങ്കിൽ ഡെഡ് ലൈൻ ഈ 26 സെപ്റ്റംബറിൽ വരും. അങ്ങനെ ഒരു സംഭവം കൂടി വളരെ ഏർലി നമ്മൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് ഉണ്ട്. പക്ഷേ എനിക്കൊന്ന് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ നമുക്ക് മെയിൽ വരും പ്രോപ്പറായിട്ട് എന്നാണ് ഇത് ചെയ്യേണ്ടത് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ. TUM-ലാണെങ്കിൽ പിന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് സെമിസ്റ്റർ ഇപ്പം ഫീസ് ഉണ്ടല്ലോ TUM-ൽ. ഫീസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് സെമിസ്റ്റർ നല്ല മാർക്കിൽ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ
ചില സ്റ്റുഡൻസിന് ഫീ വേവർ കിട്ടിയിട്ടുണ്ട്. അതെ അങ്ങനത്തെ സ്കോളർഷിപ്പ് 1500 ആവുന്നുണ്ട് ഇപ്പം ഫീ 6000 to 4500 പല യൂറോസ് ഉണ്ട്. അപ്പോൾ ചില സ്റ്റുഡൻസ് അങ്ങനെ ഫീ വേവർ കിട്ടാറുണ്ട്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാന്നല്ലാതെ ഗ്യാരണ്ടീഡ് ആയിട്ട് സ്കോളർഷിപ്പ്, കാരണം നമ്മൾ അങ്ങനെയും സ്റ്റുഡൻസിനെ മിസ്ലീഡ് ചെയ്യുന്നുണ്ട് ഗ്യാരണ്ടി സ്കോളർഷിപ്പ് എന്നുള്ള രീതിയിൽ. ഇനിയിപ്പോൾ കോഴ്സ് കഴിഞ്ഞിട്ട് ആള് ജോബിൻ്റെ മാർക്കറ്റ്, അതാണല്ലോ നമ്മുടെ അടുത്ത ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. ജോബ് മാർക്കറ്റ് മൊത്തത്തിൽ യൂറോപ്പിലും അല്ലെങ്കിൽ വേൾഡിലൊക്കെ തന്നെ ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. ജോബ് മാർക്കറ്റിലേക്ക് ഇപ്പോൾ ഇറങ്ങാൻ പോവാണ്. ഒരു 6 months കൊണ്ട് കഴിഞ്ഞ് നമ്മുടെ സെമസ്റ്റർ ക്ലോസ് ആയിട്ട് ജോബ് മാർക്കറ്റിലേക്കാണ്. പ്രോപ്പർ ഒരു ജോബ് മാർക്കറ്റിലേക്ക് പോകുമ്പോഴുള്ള ചലഞ്ചസ് എന്തായിരിക്കും? അല്ലെങ്കിൽ ഇപ്പോൾ ഷെഫ് ഓൾറെഡി ഫേസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടോ ഫ്രണ്ട്സൊക്കെ? എന്താണ് മാർക്കറ്റിൻ്റെ ഒരു മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ? ഒരു പ്രശ്നമാണ്. ഇപ്പോൾ നമുക്ക് ജോബ് കുറേയൊക്കെ കുറയുന്നുണ്ട്, ബിക്കോസ് ഈ യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളും പ്രോപ്പർ സെയിൽസ് ഇല്ല. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമ്മളെ പ്രൊഫൈൽ നന്നാവണം, നമ്മളെ ലാംഗ്വേജ് നന്നാവണം, നമ്മളെ കോഴ്സിന് നമുക്കൊരു നല്ല പോയിൻറ്റ്സ് വേണം, ഗ്രേഡ് വേണം, അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നെറ്റ്വർക്കിംഗ് ഇവിടെ ഉപകാരപ്പെടും, വളരെയധികം ഉപകാരപ്പെടും. നമ്മൾ നാട്ടിൽ നിന്ന് ജോലി കിട്ടിയില്ല എന്താ പറയുക, വേഗം നാട് വിടുക, അവിടെ ജോലി കിട്ടും. ഇപ്പോൾ ഈ ദുബായിലൊക്കെ പണ്ടൊക്കെ ഞാൻ പറഞ്ഞത് ഒരു വിസിറ്റിങ്ങിനോ 2 വിസിറ്റിങ്ങിനോ പോകുമ്പോഴേക്ക് ജോലി കിട്ടും. പക്ഷേ ഇപ്പം 3-4 വിസിറ്റിങ് ആൾക്കാർ എനിക്കറിയാം, എന്നിട്ട് ജോലി കൺഫേം ആവാണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടുന്ന് വിട്ടാൽ അവിടെ ജോലി കിട്ടും എന്നുള്ള മെൻറ്റാലിറ്റി പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ സ്ട്രഗിൾ ചെയ്യാൻ തന്നെയാണ് പോണത്. ഇവിടുത്തെക്കാട്ടി സ്ട്രഗിൾ ആയിരിക്കും, അതും ഒറ്റക്കുള്ള സ്ട്രഗിൾ ആയിരിക്കും. അപ്പോൾ ആ സ്ട്രഗിളിങ് എന്തായാലും ഉണ്ടാവും. പക്ഷേ ആ സ്ട്രഗിളിങ് പീരീഡ് കഴിഞ്ഞാൽ ഒരു നല്ല പീരീഡ് ഉണ്ടാവും എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ആ സ്ട്രഗിളിങ് റെഡി ആവണം, ലോങ് ടേം പ്ലാനിൽ പോകാന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ചില ആൾക്കാർ പറയുന്ന പോലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ പെട്ടെന്ന് അവിടെ പോയി പാർട്ട് ടൈം ചെയ്ത് ഉണ്ടാക്കി തിരിച്ചു വരിക, അങ്ങനെ പ്ലാൻ പോയിട്ട് കാര്യമില്ല. അങ്ങനെ പ്ലാനിങ് ഇപ്പം ടാക്സും കൊടുക്കാണ്ട് ദുബായിലൊക്കെ പോകുന്നതായിരിക്കും സേഫ്. ഇതപ്പോൾ നമ്മൾ ടാക്സൊക്കെ അടച്ച് എന്നിട്ട് നമ്മൾ പെട്ടെന്ന് വരിക എന്നുള്ളത് അത്ര ഫീസിബിളായ കാര്യമല്ല. അപ്പോൾ നമ്മളവിടെ ലോങ് ടേം പ്ലാനിങ്ങിൽ അറ്റ്ലീസ്റ്റ് ഒരു 5 കൊല്ലം 10 കൊല്ലമൊക്കെ പ്ലാനിങ് നിന്ന് കഴിഞ്ഞാലൊക്കെ നമുക്ക് ഈ റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്ലാനിങ്ങിലേക്ക് ജോലി കിട്ടിയിട്ട് നമ്മൾ ഒരു ഇതിൽ പോകുന്നതൊക്കെ നന്നാവുക. ഞാൻ ഈ അടുത്ത് ജോലി കിട്ടിയൊരു സ്റ്റുഡൻ്റായിട്ട് സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞ ഒരു കേസ് ഉണ്ടായിരുന്നു. ആളുടെ ജോബിനേക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ആൾ ഭയങ്കര പക്കയായിരുന്നു. നമുക്ക് ഇതുവരെ കേട്ടതിൽ വെച്ച് ഏറ്റവും നല്ലത്. ഒരാൾ പറഞ്ഞു വെച്ചാൽ ആൾ മാസ്റ്റേഴ്സ് 2 years കൊണ്ട് സ്പീഡായിട്ട് തീർത്തില്ല. ഒരാൾ കോഴ്സ് എന്താ വെച്ചാൽ കോഴ്സ് ഒന്ന് ഷെഫല്ല ബ്രേക്ക് ചെയ്യാലോ, ബ്രേക്ക് ചെയ്തു. 6 month ഇന്റേൺഷിപ്പ് ചെയ്തു, ലാംഗ്വേജ് B2 ലെവലിലേക്ക് എത്തിച്ചു, അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ആൾ വന്ന് തീസിസ് കംപ്ലീറ്റ് ചെയ്യണത്. അപ്പോൾ എന്താ വെച്ചാൽ തീസിസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സ്റ്റേ ബാക്ക് പീരീഡ് സ്റ്റാർട്ട് ചെയ്യണം. ആ സ്റ്റേ ബാക്കിലേക്ക് പോകുമ്പോഴേക്ക് ആൾ എന്താ വെച്ചാൽ ആളുടെ കയ്യിൽ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്, മാസ്റ്റേഴ്സ് കോഴ്സ് ഉണ്ട്, ലാംഗ്വേജ് ഉണ്ട്. ഇതിൽ കൂടുതൽ നമുക്ക് ജോബിൽ കാൻഡിഡേറ്റ്സിന് അവർ എക്സ്പെക്ട് ചെയ്യണില്ല. അങ്ങനെ ഒരു പ്രിപ്പറേഷൻ ശരിക്കും, അതായത് ആ ഒരു പ്ലാനിങ് വേണ്ട നമുക്ക്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പ്ലാനിങ് നമ്മൾ ഇപ്പം അപ്പോയിൻമെൻറ്റ് കിട്ടിയാൽ ഒരു ഓഫർ ലെറ്റർ കിട്ടിയിട്ട് പ്ലാനിങ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യണം. അതിൽ പെട്ടതാണ് ഇപ്പോൾ ഈ പറഞ്ഞ പ്ലാനിങ്. അതായത് ഒരിക്കലും പെട്ടെന്ന് കോഴ്സ് തീർത്തിട്ട് നമുക്ക് ജോബ് തപ്പാം എന്ന് വിചാരിക്കരുത്. കാരണം ഈ ജർമ്മനിയിൽ 18 മാസമാണ് നമുക്ക് സ്റ്റേ ബാക്ക്. ഈ 18 മാസം നമ്മൾ ആ സമയത്ത് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പോയത് നമ്മൾ പഠിച്ച് വരുമ്പോഴേക്ക് ഈ 18 മാസം തീർന്നു. നമ്മൾ പബ്ലിക് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഒരു സ്പെസിഫിക്കലി പബ്ലിക് യൂണിവേഴ്സിറ്റീൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യാം കോഴ്സ്. നമുക്കൊരു ലിമിറ്റ് അങ്ങനെ പീരീഡ് പറയുന്നില്ല. പക്ഷെ എന്നാലും 5 കൊല്ലം വരെ 6 കൊല്ലം വരെ നമുക്ക് കോഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. 2 കൊല്ലത്തെ കോഴ്സാണെന്ന് അറിയിക്കണം. അപ്പം നമ്മൾ ഇടയ്ക്ക് ബ്രേക്ക് എടുത്ത് ഒരു സബ്ജക്റ്റ് വേണമെങ്കിൽ ബാക്കി വെക്കാം, അല്ലെങ്കിൽ തീസസ് ബാക്കി വെക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻറ്റേൺഷിപ്പ് ബാക്കി വെക്കാം. അപ്പോൾ ആ ബ്രേക്കിൽ നമ്മൾ എന്തെങ്കിലും എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലാംഗ്വേജ് നല്ല സ്ട്രോങ് ആക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്ത് പ്ലാനിങ്ങിൽ പോകുന്നത് നല്ലതായിരിക്കും എപ്പോഴും. ഇപ്പം ഈവൻ എൻ്റെ ചില ഫ്രണ്ട്സ് ഉണ്ട്, അവർ ഈ പ്രൈവറ്റ് ആയത് കാരണം ഫീസ് ഉള്ളത് കൊണ്ട് സെമസ്റ്റർ ആഡ് ചെയ്യാൻ പറ്റില്ല. ആഡ് ചെയ്യണമെങ്കിൽ ഫീസ് എക്സ്ട്രാ അടയ്ക്കണം. അപ്പോൾ അവർ പെട്ടെന്ന് കോഴ്സ് തീർത്തു. ഇപ്പോൾ അവർ ഇതിലാണ് എന്താ പറയുക, സ്റ്റേ ബാക്ക് 18 monthsലാണ്. അപ്പോൾ ഈ സമയത്ത് അവരോട് പറയുന്നുണ്ട്, സ്റ്റുഡൻറ്റ് വിസ കളയല്ലേ, അത് മെയിൻറ്റെയിൻ ചെയ്യും. കാരണം സിറ്റുവേഷൻ മോശമാണ്, പെട്ടെന്ന് ജോലി കിട്ടില്ല. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യലും ഇൻറ്റേൺഷിപ്പ് ശരിയാക്കലൊക്കെ. അപ്പോൾ ആ സ്റ്റുഡൻറ്റ് വിസ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ആ ഒരു പ്ലാനിങ് വേണം. ഈവൻ എൻ്റെ ചില കൂട്ടുകാരൊക്കെ എന്നോട് ഇതിങ്ങനെ അവരും ചെയ്യുന്നുണ്ട്. അവരും പെട്ടെന്ന് കോഴ്സ് തീർക്കുന്നില്ല. ആ ഒരു പ്ലാനിങ്ങിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ വേണം. എന്നാലേ നമ്മളെ മാർക്കറ്റിൻ്റെ അവസ്ഥ എന്താണെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് നീങ്ങാൻ. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ കേസ് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത് മൊത്തം പബ്ലിക് യൂണിവേഴ്സിറ്റീസിൻ്റെ കാര്യങ്ങൾ. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ എല്ലാവരും ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ട്. കാരണം വെച്ചാൽ ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷനുള്ള ഇപ്പോൾ എന്തിനാ പ്രൈവറ്റിൽ പോകണത്, ഫീസ് കൊടുത്തിട്ട്. കാരണം ഇൻക്ലൂഡിങ് ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഒക്കെ നോക്കുമ്പോൾ മിനിമം നമുക്ക് 25 lakhs above വരുന്നുണ്ട്. അപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഫ്രണ്ട്സും അല്ലെങ്കിൽ അങ്ങനെ മീറ്റ് ചെയ്തിട്ടുണ്ടാവല്ലോ. അതെ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഒരിക്കലും ഞാൻ മോശമെന്ന് പറയില്ല. കാരണം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ പുറത്ത് ചിലപ്പോൾ കിട്ടില്ല. ഇപ്പം നമ്മളെ ഫീൽഡ് മാറ്റാണ്. ഇപ്പോൾ പബ്ലിക്ക് പോകുമ്പം
നമ്മൾ മെക്കാനിക്കലാണെങ്കിൽ വേറെ ഫീൽഡിലേക്ക് പോകുമ്പോൾ അവർ എന്തിനാണ് പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ക്രെഡിറ്റ്സ് മീറ്റ് ആവാത്ത പ്രശ്നമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത്ര ക്രെഡിറ്റ് ഈ സബ്ജക്റ്റ് മെക്കാനിക്കൽ ഇല്ല എന്നുണ്ടെങ്കിൽ അത് കിട്ടില്ല. അതേപോലെ ഇപ്പോൾ എനിക്ക് ഡാറ്റാ സയൻസ് എടുക്കണം, അല്ലെങ്കിൽ എനിക്ക് AI എടുക്കണം, അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് പബ്ലിക്ക് കിട്ടില്ല, പ്രൈവറ്റ് തന്നെ പോയേ പറ്റുള്ളൂ. അപ്പം നമ്മൾ അറ്റ് ദ എൻഡ് നമ്മൾ പബ്ലിക്കാണോ പ്രൈവറ്റ് ആണോ പഠിച്ചാൽ നോക്കിയിട്ടല്ല ജോലി തരിക. ജോലി നമ്മളെ സ്കില്ല് അനുസരിച്ചാണ്. പക്ഷേ എവിടെ പഠിക്കണം, എന്തിന് പഠിക്കണം, എത്ര സമയം കൊണ്ട് പഠിക്കണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കണം. കുറച്ച് ചിലപ്പം പ്രൈവറ്റ് പഠിച്ചാൽ കുറച്ച് എക്സ്പെൻസ് അധികമാവും, പക്ഷേ നമുക്കതിൽ അത് റിട്ടേൺസ് കിട്ടും ആ ഒരു ജോലിയിൽ നിന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല, നമുക്ക് പ്രൈവറ്റ് പഠിക്കാം. പ്രൈവറ്റ് ആകുമ്പോൾ കുറച്ചുകൂടിയും യൂണിവേഴ്സിറ്റിൻ്റെ ഭാഗത്തുള്ള ഹെൽപ്പ് കുറച്ച് കൂടുതലായിരിക്കും. പ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ. പ്ലേസ്മെൻറ്റിൻ്റെ കാര്യം പ്ലേസ്മെൻറ്റ് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ മറ്റ് കാര്യങ്ങൾ സബ്ജക്റ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഈ സ്റ്റാഫുകളൊക്കെ കുറച്ചുകൂടി കോപ്പറേറ്റീവ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് ആൾക്കാർ പറഞ്ഞുള്ളൊരു അറിവാണ്. ഇപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 3 ഇയേഴ്സിൻ്റെ ജേർണി കഴിഞ്ഞിട്ട് നിൽക്കുമ്പോൾ, അതായത് 23rd ഉണ്ടായിരുന്ന ഷെഫ് എന്ന് കുറേ ഇൻസൈറ്റ്സും കുറേ നോളജും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ഇനിയിപ്പോൾ ജർമ്മനിലേക്ക് ഇപ്പോഴും റീസെൻ്റായിട്ട് പോകാൻ നിൽക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. അവർക്കൊരു പ്രോപ്പറായിട്ട് ഗൈഡൻസ് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പഴയ ഷെഫ് തന്നെ ഒരു ഇത് കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും ശരിക്കും ജർമ്മനിലേക്കുള്ള ഒരു മാസ്റ്റേഴ്സിൻ്റെ കേസിൽ അവർ ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ്സോ അല്ലെങ്കിൽ മൈൻഡിൽ വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നമ്മുടെ ഒരു ഒപ്പീനിയൻ എന്തായിരിക്കും ആ ഒരു ടോപ്പിക്കിൽ? അത് നമ്മൾ പ്രിപ്പറേഷൻ വളരെ നേരത്തെ തുടങ്ങണം. അത് നമ്മൾ പോകാനുള്ള ആഗ്രഹം തുടങ്ങുന്ന കാലം മുതൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ IELTS എടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ IELTS എഴുതി വെക്കാം എന്ന് പറഞ്ഞ് പോയിട്ട് കാര്യമില്ല. IELTS നമുക്ക് എത്ര സ്കോർ വേണം എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം. നമ്മളെ കോഴ്സുകളനുസരിച്ച് 8 വേണോ 7 വേണോ അല്ലെങ്കിൽ 6 മതിയോ, അങ്ങനെ സ്കോർ നോക്കിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതേപോലെ തന്നെ ലാംഗ്വേജ് ആണെങ്കിലും ഒക്കത്തിനും നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണെന്നുള്ളത് നമ്മൾ അറിയണം. ആ പ്രിപ്പറേഷൻ നമുക്ക് വേണം. ഇപ്പോൾ GRE വേണോ, GMAT വേണം, ഇപ്പം മറ്റേ മാനേജ്മെൻറ്റ് ആണെങ്കിൽ GMAT വേണോ, അതൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. അതേപോലെ തന്നെ ഇപ്പം എന്നോട് ഈ അടുത്ത് എനിക്കൊന്ന് ഷാമേട്ടനോ ഷെയറിംഗ് ഗവൺമെൻറ്റിനോട് കുറച്ച് ഡീറ്റെയിൽസ് ചോദിച്ചു ഒരു കോഴ്സിനെ പറ്റി. അപ്പോൾ ഞാൻ വന്ന സമയത്ത് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു, പക്ഷേ പിന്നാണ് ഞാൻ അറിയുന്നത് മാറി. ഇപ്പം IELTSൻ്റെ കാര്യം ഇപ്പം RWH മാറ്റി GRE ആഡ് ചെയ്തു. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ട് ഡാറ്റകൾ. അപ്പോൾ നമുക്ക് ഡാറ്റ എടുക്കുമ്പോൾ നമ്മൾ അത് തരുന്ന സോഴ്സ് അത് ഏതാണ് നമ്മൾ ക്ലാരിഫൈ ചെയ്യണം. അത് ഇപ്പോൾ ഉള്ളതാണോ അല്ലെങ്കിൽ മുമ്പത്തെ ആണോ. ഇപ്പോൾ ഒരു 6 കൊല്ലം മുമ്പ് പോയി 5 കൊല്ലം മുമ്പ് പോയി പഠിച്ച ഒരാളെ വിളിച്ചിട്ട് മ്യൂണിക്കിൽ എന്താണ് അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറയുന്ന അവസ്ഥ ആയിരിക്കില്ല. അപ്പോൾ ഞാൻ എൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഞാൻ ആ ഫ്ലോയിൽ പോകുമ്പോൾ ഞാൻ ഇപ്പം അഡ്മിഷൻ റിക്വയർമെൻറ്റ് മാറുക ഞാൻ അറിയുന്നില്ല. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല, ആവശ്യമില്ല, നമുക്ക് ആവശ്യമില്ലാത്തതിനെ കൊണ്ട്. അപ്പോൾ അത് ഇപ്പം ഒരു പ്രോപ്പറായിട്ട് അത് ചെക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഇപ്പം നിങ്ങൾക്കിപ്പം ഈ പറഞ്ഞാൽ റിക്വയർമെൻറ്റ്സ് കറക്റ്റ് നിങ്ങൾക്ക് സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതേ സ്ഥാനത്ത് ഞാൻ പറയുന്ന റിക്വയർമെൻറ്റ്സ് വ്യത്യാസം ഉണ്ടാവും. അപ്ഡേഷൻസ് നമ്മൾ പ്രോപ്പർ ആയിരിക്കണം എന്നില്ല. അപ്പോൾ അത് നമ്മൾ ആരോടാ അത് ചോദിക്കുന്നതെന്നുള്ളത് ഉറപ്പിക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ല, അവിടെയുള്ള ഒരാളെ വിളിച്ച് ചോദിച്ചാൽ അയാൾ പറയുന്നത് മുഴുവൻ ശരിയാണെന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റില്ല. പെർസ്പെക്റ്റീവ് ഡിഫറൻസ്, അത് ഡിഫറൻസ് ആയിരിക്കും. സംഭവങ്ങൾ മാറിയിട്ടുണ്ടാവും. ചിലപ്പോൾ ആ കോഴ്സേ ഡിസ്കണ്ടിന്യൂ ചെയ്യും. ഈവൻ ഇപ്പം RWTHൽ ഒരു മിനറൽസ് എന്ന കോഴ്സ് ഉണ്ട്, അത് അവരിപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ പോവാം. പക്ഷേ കഴിഞ്ഞ കൊല്ലം ആൾക്കാർ അതിന് അഡ്മിഷൻ എടുത്തിക്കണം. അപ്പോൾ അത് കോഴ്സ് സ്റ്റോപ്പ് ചെയ്തിട്ട് കോഴ്സ് പേര് മാറ്റി പോവാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ആ കോഴ്സ് അന്ന് നിർത്തിയ കോഴ്സ് അല്ലേ എന്നുള്ളൊരു ചോദ്യം ചിലപ്പോൾ വരും. അതേപോലെ തന്നെ ഈ നിർത്തിയ കോഴ്സിന് ഒരു ഡെഡ് ലൈൻ വെച്ചിരിക്കണം. ഇപ്പം 2027, 28 ഈ സമയത്തിനുള്ളിൽ ആ കോഴ്സ് കംപ്ലീറ്റ് തീർക്കണം, അല്ലെങ്കിൽ ഇൻവാലിഡ് ആയി പോകും ഈ കുട്ടികൾ മൊത്തം. അപ്പം അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ പ്രോപ്പറായിട്ട് എടുക്കണം. ഇപ്പം ഞാൻ ജോയിൻ ചെയ്ത കോഴ്സിന് മുമ്പ് മെറ്റലർജി ആണ് വേറെ കോഴ്സ് ഉണ്ടായിരുന്നു, അത് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ആ ട്രാൻസിഷനും സ്റ്റോപ്പിങ് നമ്മളിത് കുറച്ച് അപ്ഡേറ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അപ്ഡേറ്റ് ആയ ആൾക്കാർ വേണം നമ്മൾ സമീപിക്കാൻ. എല്ലാവരോടും ചോദിച്ചിട്ട് ഒരു ഒപ്പീനിയൻ എടുത്തിട്ട് കാര്യമില്ല, പ്രോപ്പറായ ആൾക്കാരെ ചോദിച്ചിട്ട് ഒപ്പീനിയൻ എടുക്കണം. പ്ലാനിങ് എന്ന് പറയുന്നത് പോകുന്നതിന് മുമ്പേ വേണം, അവിടെ എത്തിയിട്ടും വേണം. അതായത് എൻ്റെ ഇതിലൊരു ജേണിയാണ്, കംപ്ലീറ്റ് ജേണിയാണ്. നമ്മൾ ഇപ്പോൾ ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ ആ ജേണി ചിലപ്പോൾ തീരില്ല, അപ്ഡേഷൻ വേണ്ടി വരും. അപ്പോൾ ആ പ്രോപ്പറായിട്ട് നമ്മൾ ഇവിടുന്ന് ആദ്യം നമ്മൾ ഒരു ഓഫർ ലെറ്റർ കിട്ടാനാണ് ജേണി. അപ്പോൾ നമ്മൾ IELTS ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പം അത് കിട്ടുക. അത് കഴിഞ്ഞ സെക്കൻഡ് ഫേസ് ആണ് അവിടുത്തെ അക്കോമഡേഷൻ, പാർട്ട് ടൈം ജോബ്സ് തന്നെ എങ്ങനെ അപ്ലൈ ചെയ്യണം, ഏത് സോഴ്സ് വഴി അപ്ലൈ ചെയ്യണം എന്നൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. പോയി കഴിഞ്ഞാൽ നമ്മളവിടെ തപ്പുന്നതിനെക്കാട്ടി നല്ലതായിരിക്കും. അങ്ങനത്തെ പ്രിപ്പറേഷൻസ് ഒക്കെ വേണം. പിന്നെ കോഴ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ പറ്റുകയാണെങ്കിൽ ജോലിക്ക് എന്താണ് വേണ്ടതെന്നുള്ളത്. ഇപ്പോൾ ഞാനിപ്പോൾ അതാണ് നോക്കുന്നത്, എൻ്റെ ഫീൽഡിലുള്ള ജോലികൾക്ക് എന്തൊക്കെ സബ് വേണമെന്നുള്ളത്. അപ്പം AI വേണോ, അല്ലെങ്കിൽ സിമുലേഷൻ വേണോ, ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ നോക്കണം. പിന്നെയുള്ളൊരു ഹാർഷിയാലിറ്റി എന്ന് പറയുമ്പം നമ്മൾ റിയൽ ലൈഫും വ്യത്യാസമുണ്ട്. നമ്മളൊരിക്കലും ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് കഷ്ടപ്പാട് കാണിക്കൂല. അപ്പോൾ അതുകൊണ്ട് അവിടെ എൻജോയ്മെൻ്റ് ആണെന്ന് ചോദിച്ചാൽ ആരും വന്നിട്ട് കാര്യമില്ല.
കഷ്ടപ്പാടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് എൻജോയ്മെൻറ്റ് ട്രാവലൊക്കെ വരുമ്പോൾ നമ്മളത് ഒരു ഹാപ്പി ലൈഫായിട്ട് മാറും. അല്ലാണ്ട് ഫുൾ ടൈം റീൽ കാണുന്ന പോലെ ആയിരിക്കില്ല. ഓക്കെ, കുറച്ച് സ്ട്രഗിൾ ഉണ്ട് എന്നുള്ളത് റിയാലിറ്റിയാണ്. സ്ട്രഗിൾ ഉണ്ട്, അതെ, അത് റിയാലിറ്റി തന്നെയാണ്. അത് എല്ലാ സൈഡിലും. അത് നമുക്ക് വന്ന സമയം മുതൽ എന്തായാലും ഒരു ഇപ്പോൾ ഡോക്യുമെൻറ്റേഷൻ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. ടാക്സ് ഐ ഡി കിട്ടിയിട്ടേ പാർട്ട് ടൈം ചെയ്യാൻ പറ്റും. പിന്നെ പാർട്ട് ടൈം കിട്ടുന്നവരെ സ്ട്രഗിൾ ഉണ്ട്. പിന്നെ പാർട്ട് ടൈം കിട്ടിയതിന് ശേഷമുള്ള സ്ട്രഗിളായി പാർട്ട് ടൈമിൻ്റെ ടൈം മാനേജ്മെന്റ് എല്ലാത്തിനും ഉണ്ട് സ്ട്രഗിൾ. ടൈം ഇപ്പോൾ പാർട്ട് ടൈം കിട്ടിക്കഴിഞ്ഞാൽ ചില പാർട്ട് ടൈമിലൊക്കെ ഇഷ്യൂസ് ഉണ്ട്. എക്സാം സമയത്ത് ലീവ് കിട്ടില്ല, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ നമ്മളത് അതെ അതെ നാട്ടിൽ വരുമ്പോൾ ജോലി പോവുക കോൺട്രാക്ട് ചേഞ്ച് ചെയ്യുന്ന ആൾക്കാർ വരുന്നുണ്ട്, ക്യാൻസൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അത് എല്ലാം ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കണം. എന്തും ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കുന്ന രീതിയിൽ വരണം. നമ്മൾ ഇത് ഉദ്ദേശിക്കുന്നത് ശരിക്കും ഒരു ലോങ് ടേം പ്ലാൻ എന്നുള്ള രീതിയിലേക്ക് വേണം. അങ്ങനെ പറയാമല്ലോ നമുക്ക്. അതായത് പെട്ടെന്നൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഒരു ജോബിലേക്ക് പോകുക, അല്ലെങ്കിൽ പാർട്ട് ടൈം ജോബ് ചെയ്തിട്ട് കൂടുതൽ എമൗണ്ട് ഏൺ ചെയ്യാന്നുള്ളതല്ലാതെ നമുക്ക് നമ്മളെ ട്രാവലിങ്ങും അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ഫ്രണ്ട്ഷിപ്പ് എല്ലാ കാര്യങ്ങളും ഈ സ്ട്രഗിൾ എല്ലാം കൂടി കൂടിയിട്ട് ഒരു ലോങ് ടേമിലേക്ക് ഒരു ജോബിലേക്ക് ലാൻഡ് ചെയ്യുക, അതിനുള്ള ഒരു പ്രിപ്പറേഷൻ ആയിട്ട് നമ്മൾ ടൈം മൊത്തം ജേണി കാണണം. ഒറ്റയടിക്ക് പോയിട്ട് ജോലി കിട്ടുക എന്നുള്ള സ്കീമില്ല. അല്ല, നമുക്ക് നമ്മുടെ ഡിസ്കഷനിൽ തന്നെ നമ്മളെ ഓൾമോസ്റ്റ് പറഞ്ഞത് അത് തന്നെയാണ്. പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ്ങിൻ്റെ ഒരു കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ ഡാറ്റ കളക്ഷൻ എങ്ങനെ വേണം, അതുപോലെ അവിടെയുള്ള കുറേ റിയാലിറ്റി ജോബിൻ്റെ കേസിലും അല്ലെങ്കിൽ കോഴ്സിൻ്റെ കേസിലും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മളൊക്കെ പറയുന്നതിനേക്കാൾ, അതായത് ഒരു ഏജൻസി സൈഡിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് പറയുന്നതിനേക്കാൾ ഗ്രൗണ്ട് റിയാലിറ്റിയാണ് നമ്മൾ അധികം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ദ ടൈം.